From the visions of the prophets to the eyewitness testimony of the apostles, Jesus Christ is the center of it all. You're watching our weekly series with Pastor P.A. Abraham. Today, we move from the pit of Essen to the heights of grace as we explore the life-changing power of the gospel. Get ready to see the splendor of the King. We are glad you're here. കന്നഡത്തിലെ ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ എൻ്റെ മകൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വം അവിടുത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അപ്പം നമുക്കൊരു പാട്ട് പാടാം. ദൈവത്തിന് സ്തോത്രം. സ്നേഹദാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ചോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ആഴമരായി വതിനാരറിവോ ആയിരം നാവുണ്ടെന്നാലും ഞാനിതു ഏതോ മോരാംശമുരച്ചിടുവാൻ വാരിതിലാർക്കെഴുതൂ. ഓ ഏതോ മോരാംശമുരച്ചിടുവാൻ വാരിതിലാർക്കെഴുതൂ. അതാ നിന്നോ മനസ്സൂനുവല്ലോ പാതകനാമെനിക്കായോ താതനു കൈവെള്ളോനായി പാതകൻ പോൽ പരിതാപമയോ യാതനയേൽക്കുകയോ. ഓ പാതകൻ പോൽ പരിതാപമയോ യാതനയേൽക്കുകയോ. സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ. ദൈവ കുഞ്ഞാട് നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോടാൻ ഉന്നതനെ സ്തുതിച്ചിടുക. മണ്ണിലെങ്ങും തവ സേവ ചെയ്യുവാൻ എന്നെ നിറയ്ക്കണമേ. ഓ മണ്ണിലെങ്ങും തവ സേവ ചെയ്യുവാൻ എന്നെ നിറയ്ക്കണമേ. സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തെ ಆಧಾರಮಾಕಿയാണ് ಸಂಸಾರಿക്കുന്നത്. ಇವತ್ತು ಧ್ಯಾನಕ್ಕೋಸ್ಕರವಾಗಿ ತೆಗೆದಿರುವ ವಾಕ್ಯವೇನೆಂದರೆ ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 7ನೇ ಅಧ್ಯಾಯದ 4ನೇ ವಚನ. ಇವൻ എത്ര മഹാനെന്ന് നോക്കുകയും ಈತನು ಎಷ್ಟು ದೊಡ್ಡವನೆಂಬುದಾಗಿ ನೋಡಿರಿ. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ಇವತ್ತು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಮಹಿಮೆಯ ಮಹತ್ವದ ಕುರಿತಾಗಿ ಪ್ರಸ್ತಾಪಿಸಲು ನಾನು ಇಷ್ಟಪಡ್ತೇನೆ. എബ്രായ ലേഖന കർത്താവായിരിക്കുന്ന പൗലുസ് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. ಇಬ್ರಿಯ ಪತ್ರಿಕೆ ಬರೆದಂತ പൗലൻ ഈ പ്രകാരವಾಗಿ പ്രസ്താവിಸಿದ್ದಾನೆ. ന്യായപ്രമാണത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് പുരോഹിതൻ. ಧರ್ಮಶಾಸ್ತ್ರದ
ಎಷ್ಟೋ ಬಹಳ ಉನ್ನತನಾದ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ ಪುರೋಹಿತನು, യാചകನು. എന്നാൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ഈ യാചകൻ ആരാണെന്നാണ്. ಆದರೆ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವುದು ಈ ಯಾಚಕನು ಯಾರೆಂಬುದಾಗಿ. എബ്രായ ലേഖനത്തിൽ പൗലുസ് പറഞ്ഞിരിക്കുന്ന യാചകൻ മൽക്കിസെദേക്കാണ്. ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ ಪೌಲನಿಗೆ ಹೇಳಲ್ಪಟ್ಟಿರುವ ಈ മഹായാചകನು മൽക്കിസദേക്കನು, ജനനവും മരണവും ഇല്ലാത്ത ഒരു പുരോഹിതൻ. ಜನನ മരണവും ഇല്ലದಂತ ಒಂದು ಯಾಚಕನು. അത് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ಅದು ನಾವು ನೋಡಲ್ಪಟ್ಟಿರುವುದು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. അവൻ മരണമില്ലാത്തവനായി ഉയർത്തെഴുന്നേറ്റു. ಆತನು ಮರಣ ಇಲ್ಲದವನಾಗಿ എബ്ബിസൽപ്പെട്ടನು. ആ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ಆ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಪಾಯಿಂಟ್ ಮಾಡಿಕೊಂಡು ಹೇಳಿರುವುದು ಇಲ್ಲಿ, ಈ ಮನುಷ್ಯನು ಎಷ್ಟು ದೊಡ್ಡವನು ಎಂಬುದಾಗಿ ಆಲೋಚಿಸಿರಿ. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ചരിത്രವನ್ನು ನಾವು ನೋಡುವಾಗ യേശു ക്രിസ്തുവിന്റെ മഹത്വം ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിക്കുകയാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ಮಹಿಮೆಯು ആദികാണ്ഡದಿಂದ ಪ್ರಾರಂಭವಾಗಿರುತ್ತದೆ. മോശ ന്യായപ്രമാണം എഴുതുമ്പോൾ ಮೋಶೆಯು ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಬರೆಯುವಾಗ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞത് യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു. ಸ್ತ್ರೀಯಳ ಸಂತತಿಯು ಸರ್ಪದ ತಲೆಯನ್ನು ಜಜ್ಜುವುದು ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿರುವುದು ಯೇಸು ಕ್ರಿಸ್ತು ತನ್ನ ಕ್ರೂಜೆಯಲ್ಲಿ ಅದನ್ನು നിർവഹിಸಿದ್ದಾನೆ. അവിടെ ആരംഭിച്ചതായ വേദഭാഗം യേശു ക്രിസ്തുവിന്റെ മഹത്വം നാനാവിധത്തിൽ തിരുവെഴുത്തിൽ മുഖാന്തരം ദൈവം നമുക്ക് വെളിപ്പെടുത്തി. ಅಲ್ಲೇ ಪ್ರಾರಂಭಿಸಿರುವ ಯೇಸು ಕ್ರಿಸ್ತನ ಮಹಿಮೆಯು ದೇವರ ವಚನದಲ್ಲಿ ಎಲ್ಲ ಪ್ರಕಟವಾಗಿದ್ದಾವೆ ಎಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. പ്രവചന പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ಪ್ರವಾದನೆ ಪುಸ್ತಕಗಳು ನಾವು ಓದುವುದಾದರೆ യേശു ക്രിസ്തുവിന്റെ മഹത്വം എത്ര വലുതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ಯೇಸು ಕ್ರಿಸ್ತನ ಮಹಿಮೆ ಎಷ್ಟು ದೊಡ್ಡದಾಗಿದೆ ಎಂಬುದಾಗಿ ತೋರಿಸುತ್ತದೆ. അവൻ അത്ഭുത മന്ത്രിയായിട്ടാണ് 9-ാം അധ്യായത്തിൽ യെശയ്യാ 9-ൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ಆತನು ಅದ್ಭುತ ಮಂತ್ರಿ ಎಂಬುದಾಗಿ ಯೆಶಾಯ ಪ್ರವಾದನ ಪುಸ್ತಕ 9-11 ವಚನದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವುದು. സ്തോത്രം. അങ്ങനെ അനേക തരത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. ಆಗ ಅನೇಕ ರೀತಿಯಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನ ಮಹಿಮೆಯನ್ನು ನಮಗೆ ನೋಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതായ ചരിത്ര പുസ്തകത്തെ ശ്രദ്ധിക്കുമ്പോൾ, ಇವತ್ತು ನಾವು ನೋಡಲಿಕ್ಕಿರುವ ಚರಿತ್ರ ಪುಸ್ತಕವನ್ನು ಗಮನಿಸುವಾಗ 1 രാജാക്കന്മാർ 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യവും അതിന്റെ 7-ാം വാക്യവും 13-ാം വാക്യവും നമ്മുടെ ശ്രദ്ധയിലിരിക്കട്ടെ. ಮೊದಲನೇ ಅರಸುಗಳ ಪುಸ್ತಕ 10ನೇ ಅಧ್ಯಾಯದ 3ನೇ ವಚನವು 7ನೇ ವಚನವು 13ನೇ ವಚನವು. ಸೊಲೊಮೋನನು ಆಕೆಯ ಎಲ್ಲಾ ಪ್ರಶ್ನೆಗಳಿಗೆ ಉತ್ತರ ಕೊಟ್ಟನು. മതി. സലോമോൻ അവളുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തു. ಸೊಲೊಮೋನನು ಆಕೆಯ ಸಮಸ್ತ ಪ್ರಶ್ನೆಗಳಿಗೆ ಉತ್ತರವನ್ನು ಕೊಟ್ಟನು. ലോകത്തിൽ ഇന്ന് മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന ഏക വ്യക്തി കാണാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു. ಇಂದು ನಾವು ಲೋಕದಲ್ಲಿ ನೋಡುವಾಗ ಮನುಷ್ಯರ ಸಮಸ್ತ ಎಲ್ಲಾ ಪ್ರಶ್ನೆಗಳಿಗೂ ಉತ್ತರವನ್ನು ಕೊಡಲು ಸಾಧ್ಯವಾಗಿರುವ ಏಕ ವ್ಯಕ್ತಿಯು ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. നമ്മൾ ലോകത്തെ ദർശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരങ്ങൾ കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന സാക്ഷിക്കുന്ന ചരിത്രം. ಇಂದು ನಾವು ಲೋಕವನ್ನು ದೃಷ್ಟಿಸುವಾಗ ನಾವು ನೋಡುವುದು ಸಾವಿರಾರು ಜನರು ಯೇಸು ಕ್ರಿಸ್ತನ ಮಹಿಮೆಯ ಕುರಿತಾಗಿ ಹೇಳಲ್ಪಟ್ಟಿರುವ ವಿಷಯವನ್ನು ನೋಡ್ತೇವೆ. ലോകത്തിൽ ഇന്നും യേശു ക്രിസ്തുവിനെ കുറിച്ച് പാടുന്ന പാട്ടുകൾ എത്രയാണ്. ಲೋಕದಲ್ಲಿ ಇಂದು ನಾವು ನೋಡುವಾಗ ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿರುವ ಹಾಡುವ ರಾಗಗಳು ಎಷ್ಟೋ ಬಹಳವಾಗಿದೆ. ഇവൻ എത്ര മഹാനെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ അനേക സാക്ഷ്യമുണ്ട്. ಈತನು ಎಷ್ಟು ದೊಡ್ಡವನು ಎಂಬುದಾಗಿ ಎತ್ತಿ ತೋರಿಸುವುದಕ್ಕೆ ಅನೇಕ ಸಾಕ್ಷ್ಯಗಳನ್ನು ನಾವು ನೋಡ್ತೇವೆ. ദൈവത്തിന് സ്തോത്രം. ಕರ್ತನಿಗೆ ಮಹಿಮೆಯಾಗಲಿ. നാം ഓരോരുത്തരും ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ
ನಾವು ಪ್ರತಿಯೊಬ್ಬರು ದೇವರ ವಚನವನ್ನು ಗಮನಿಸುವಾಗ ഞാനും നിങ്ങളും ഇന്ന് കർത്താവിലായിരിക്കുന്നത് കർത്താവിന്റെ മഹത്വം പ്രസ്താവിക്കുന്ന ഒരു വിഷയമാണ്. ನಾನು ನೀವು ಇವತ್ತು ಆಗಿರುವುದು ಆತನ ಮಹಿಮೆಯನ್ನು ಪ್ರಸ್ತಾಪಿಸುವ ಅದಕ್ಕೋಸ್ಕರವಾಗಿ നമ്മൾ ഓരോരുത്തരും പാപത്തിന്റെ അഗാധമായ ചെളിക്കുഴിയിൽ കിടന്നവരാണ്. ನಾವು ಪ್ರತಿಯೊಬ್ಬರು ಒಂದು ಕಾಲದಲ್ಲಿ ಪಾಪದ ಕೆಸರಿನ ಗುಂಡಿಯಲ್ಲಿ ಒಳಲ್ಪಟ್ಟವರಾಗಿದ್ದರು. എന്നാൽ നമ്മളെ ദൈവം അതിൽ നിന്ന് ഉയർത്തി ഉന്നതമായ നിലയിൽ നിർത്തിയിരിക്കുന്നു. ಆದರೆ ಕರ್ತನು ನಮ್ಮನ್ನು ಅದರಿಂದ ಎತ್ತಿ ഉന്നതവാദ അനുഭവത്തിൽ ആ ബണ്ടയ മേലെ നമ്മെ നില്ലിಸಿದಾನೆ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം നമ്മൾ പറയുമ്പോൾ എത്ര മഹത്തായ കാര്യങ്ങളാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ಕ್ರೈಸ್ತ ಜೀವನವನ್ನು ನಮ್ಮ ಜೀವನದಲ್ಲಿ ನಾವು ಹೇಳುವಾಗ ಎಷ್ಟೋ ಉನ್ನತವಾದ ಎಷ್ಟೋ ಆಶ್ಚರ್ಯಕರವಾದ ವಿಷಯಗಳು ಕರ್ತನು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಮಾಡಿದ್ದಾನೆ. നാം ജീവിക്കുന്നത് ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ടാണ്. ನಾವು ಜೀವಿಸೋದು ಕರ್ತನು ಜೀವಿಸೋದರ ಮೂಲಕವಾಗಿ ಅಷ್ಟೇ. എപ്പോഴും നാം നന്ദിയുള്ളവരായിരിക്കണം. ಆದ್ದರಿಂದ ನಾವು ಯಾವಾಗ್ಲೂ ಕೃತಜ್ಞತೆ ಉಳ್ಳವರಾಗಿರಬೇಕು. ഇതാ ശേബാരാജ്ഞി പ്രസ്താവിക്കുന്നു, അവളുടെ സകല പ്രശ്നത്തിനും ശലോമോൻ ഉത്തരം പറഞ്ഞു. ಈಗ ಶೇಬಾ ರಾಣಿಯು ಹೇಳುವುದೇನೆಂದರೆ ಆಕೆ ಎಲ್ಲಾ ಪ್ರಶ್ನೆಗಳಿಗೂ ಆತನು ಉತ್ತರವನ್ನು ಕೊಟ್ಟನು ಎಂಬುದಾಗಿ. പിന്നെ ശേബാരാജ്ഞി പ്രസ്താവിച്ചിരിക്കുന്ന വചനം ಮತ್ತು ಆಕೆಯು ಪ್ರಸ್ತಾಪಿಸುವ ವಚನವು നിന്നെക്കുറിച്ച് കേട്ടതിന്റെ പകുതി മാത്രമേ നിന്നെ കണ്ടതിൽ വ്യത്യാസമായിട്ട് ഹല്ലേലൂയ പകുതി മാത്രമേ ഞാൻ അറിഞ്ഞിരുന്നു. ನಿನ್ನ ವಿಷಯವಾಗಿ ನಾನು ಬಂದು ನೋಡುವಾಗ ನಾನು ಕೇಳಿದ ವಿಷಯವು ಅದಕ್ಕಿಂತ ಎಷ್ಟೋ ದೊಡ್ಡದಾಗಿ ನಾನು ನಿನ್ನನ್ನು ತಿಳಿದುಕೊಂಡಿದ್ದೇನೆ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ടവരായ ദൈവമക്കൾക്ക് എത്രമാത്രം വിശേഷമായ ചരിത്രം പറയാനുണ്ട്. ಹಾಗಾದರೆ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಕಂಡುಕೊಂಡವರಿಗೆ ಎಷ್ಟೋ ಒಂದು ಸಾಕ್ಷ್ಯಗಳು ಹೇಳಲಿಕ್ಕಿದೆ. യെശയ്യാവ് ദർശനത്തിൽ കണ്ടു, യേശായ പ്രവാചക ദർശനದಲ್ಲಿ ಆತನನ್ನು ನೋಡಿದನು. എന്നാൽ അപ്പോസ്തലന്മാർ വെറും ദർശനം മാത്രമല്ല, അവന്റെ മഹത്വം കണ്ട സാക്ഷികളായിരുന്നു. ಆದರೆ ಅಪೊಸ್ತಲರು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನೋಡುವಾಗ ಅವರು ಸಾಕ್ಷ್ಯವನ್ನು ಕೇಳುವುದು ಮಾತ್ರವಲ್ಲ, ಅವರ ಮಹಿಮೆಯನ್ನು ನೋಡಿದವರಾಗಿದ್ದಾರೆ. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന് പഠിച്ചവരായിരുന്നു. ಅವರು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನೊಟ್ಟಿಗೆ ನಡೆದು ಸಂಚರಿಸಿ ಆತನನ್ನು ಕಲಿತುಕೊಂಡವರಾಗಿದ್ದಾರೆ. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര മാത്രം പറയാനുണ്ട്. ಅವರಿಗೆ ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿ ಎಷ್ಟು ಪ್ರಸ್ತಾಪಿಸಲಿಕ್ಕುಂಟು. ഇപ്പൊ ശേബാരാജ്ഞി 3 കാര്യമാണ് പറഞ്ഞത്. ಈಗ ಶೇಬಾ ರಾಣಿಯು 3 ವಿಷಯಗಳು ಆಕೆ ಹೇಳಿದಳು. ഒന്നാമത് പറഞ്ഞത് അവളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ಮೊದಲನೇದಾಗಿ ಅವಳು ಹೇಳುವುದೇನೆಂದರೆ ಆಕೆಯು ಕೇಳಿದ ಪ್ರಶ್ನೆಗಳಿಗೆಲ್ಲ ಉತ್ತರವನ್ನು ಕೊಟ್ಟನು. രണ്ടാമതായിട്ട് ശലോമോനെ ചെന്ന് കണ്ടപ്പോൾ കേട്ടതിനേക്കാൾ വളരെ മഹത്തായി കാണുവാനായിട്ടുണ്ടായിരുന്നു. ಎರಡನೇದಾಗಿ ಆಕೆಯು ಅರಸನನ್ನು ನೋಡುವಾಗ ಅವಳು ಕೇಳಿದಕ್ಕಿಂತ ದೊಡ್ಡವಾದ ವಿಷಯಗಳು ಆಕೆಗೆ ಹೇಳಲಿಕ್ಕುಂಟು. മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, രാജമര്യാദ പ്രകാരം കൊടുത്തത് കൂടാതെ അവൾ ചോദിച്ചതെല്ലാം ശലോമോൻ കൊടുത്തു എന്നാണ്. ಆತನನ್ನು ನೋಡುವಾಗ ರಾಜಧರ್ಮ ಪ್ರಕಾರವಾಗಿ ಮರ್ಯಾದ ಪ್ರಕಾರವಾಗಿ ಆತನು ಕೊಟ್ಟದಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಆಕೆಯು ಮನಸ್ಸಿನಲ್ಲಿ ಆಶಿಸಿದ ಇಷ್ಟಪಟ್ಟದ ಎಲ್ಲಾ ವಿಷಯಗಳು ಆತನು ಕೊಟ್ಟನು ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ನಾವು ನೋಡ್ತೇವೆ. ദൈവവചനത്തിൽ ശിഷ്യന്മാർ പറഞ്ഞിരിക്കുന്നത് അവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകിത്തരുന്ന ഒരു ദൈവമാണ്. ದೇವರ ವಚನ ನೋಡುವಾಗ ಶಿಷ್ಯರು ಹೇಳಲ್ಪಟ್ಟಿರುವುದು ಆತನು ಕೇಳುವುದಕ್ಕಿಂತಲೂ ನೋಡುವುದಕ್ಕಿಂತಲೂ ನಾವು ಇಚ್ಛಿಸುವುದಿಂದಲೂ ಮಿಗಿಲಾಗಿ ಕೊಡುವವನು ಆತನೇ. ഇത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അറിയാൻ നമുക്ക് കഴിയും. ಅದು ನಮ್ಮ ಜೀವಿತ ಅನುಭವದಿಂದ ತಿಳಿದುಕೊಳ್ಳಲಾಗುತ್ತದೆ. അപ്പം കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും ആയ ദിവ്യമായ സത്യമാണ് ഹല്ലേലൂയ ഇതാ ശേബാരാജ്ഞി പ്രസ്താവിച്ചിരിക്കുന്നു. ಆಗ ಕೇಳುವುದು ನೋಡುವುದಕ್ಕಿಂತ ಮತ್ತು ಅನುಭವಿಸುವಂತ ವಿಷಯಗಳ ವಿಷಯವಾಗಿಯೇ ಅದರ ಕುರಿತಾಗಿ ಶೇಬಾ ರಾಣಿಯಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿರುವುದು. ഇവിടെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ മത്തായി പ്രസ്താവിച്ചിരിക്കുന്നു, ഇവിടെ ശലോമോനിലും വലിയവൻ
നമ്മുടെ ഇടയിലുണ്ട്. ಮತ್ತಾಯಿ ಸುವಾರ್ತೆಯಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದಾನೆ, ಈಗೋ ಸೊಲೊಮೋನಕ್ಕಿಂತ ದೊಡ್ಡವನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾನೆಂಬುದಾಗಿ. അത് യേശുക്രിസ്തു തന്നെ പറയുന്നു താൻ ആരാണെന്ന്. ಅದು ಯೇಸು ಕ್ರಿಸ್ತನು ತಾನೇ ಹೇಳುವಂತದ್ದಾಗಿದ್ದಾನೆ, ತಾನು ആരാಗಿದ್ದಾನೆಂಬುದಾಗಿ. താൻ ഉയരത്തിൽ നിന്ന് വന്നവനാണെന്ന് യേശുക്രിസ്തു തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. ತಾನು ಮೇಲಿನಿಂದ ಬಂದವನೆಂಬುದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತು ತಾನೇ ಹೇಳಲ್ಪಟ್ಟಿದ್ದಾನೆ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ മേലിൽ നിന്ന് വന്നവൻ. യോഹന്ന സുവാർತೆ 3-ാം അധ്യായം 31 വചനದಲ್ಲಿ ಆತನು ಮೇಲಿನಿಂದ ಬಂದವನೆಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದ್ದಾನೆ. ഭൂമിയിൽ നിന്നുള്ളവരും മേളിൽ നിന്ന് വന്നവരും തമ്മിലുള്ള വ്യത്യാസം, ಭೂಮಿಯಿಂದ ಬಂದವರು ಮೇಲಿನಿಂದ ಪರಲೋಕದಿಂದ ಬಂದವರು ಇರುವಂತ ವ್ಯತ್ಯಾಸವು, ഭൂമിയിൽ നിന്നുള്ളവർ ഭൂസംബന്ധമായ പ്രാപഞ്ചികമായ വിഷയങ്ങളെ കുറിച്ച് പറയും. ಭೂಮಿಯಿಂದ ಬಂದವನು ಭೂಸಂಬಂಧವಾದ ಪ್ರಾಪಂಚಿಕವಾದಂತ ವಿಷಯಗಳ ಕುರಿತಾಗಿ ಮಾತನಾಡುತ್ತಾರೆ. മേലിൽ നിന്ന് വന്നവൻ സ്വർഗീയമായ രഹസ്യങ്ങളെ പ്രസ്താവിക്കുന്നു. ಆದರೆ ಮೇಲಿನಿಂದ ಬಂದವನು ಸ್ವರ್ಗೀಯವಾದ ಗುಟ್ಟುಗಳನ್ನು പ്രസ്താവിಸುತ್ತಾನೆ. കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് സ്വർഗത്തിലെ സകലവിധ ആത്മീക വിഷയങ്ങളും ഇവിടെ പ്രസ്താവിക്കും. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಮೇಲಿನಿಂದ ಸ್ವರ್ಗದಿಂದ ಬಂದವನಾದ್ದರಿಂದ ಪರಲೋಕ ಸಂಬಂಧಪಟ್ಟ ವಿಷಯಗಳ ಕುರಿತಾಗಿ ಮಾತನಾಡುತ್ತಾನೆ. അപ്പോസ്തലനായ പൗലോസും കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ് സഭയ്ക്ക് ദൈവിക ആലോചന കൊടുത്തിരുന്നത്. ശ്രീ പൗലനു, അപ്പോസ്തലനാದ പൗലನು ಕರ್ತನಿಂದ ಹೊಂದಿಕೊಂಡು സഭയ്ക്ക് ഒപ്പിಸಿ കൊടുത്ത ಎಂಬುದಾಗಿ ಬರೆದಿದ್ದಾನೆ. നമ്മൾ തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, കഠിനമായ ശോധനയിലായിരിക്കുന്ന യോബിന്റെ മുൻപിൽ ഉറ്റ സ്നേഹിതരായിരിക്കുന്നവർ കടന്ന് സംസാരിച്ച വചനങ്ങൾ. ನಾವು ವಚನವನ್ನು ಗಮನಿಸುವಾಗ ಯೋಬನ ಪುಸ್ತಕದಲ್ಲಿ ಕಠಿಣ ಶೋಧನೆಯಲ್ಲಿರುವ ಯೋಬನನ್ನು ಸಂಧಿಸಲು ನೋಡಲಿಕ್ಕೆ ಬಂದಂತ ಸ್ನೇಹಿತರು ಮಾತನಾಡಿದಂತ ವಿಷಯಗಳು ನೋಡುತ್ತೇವೆ. അവരൊക്കെയും അവരെ ആശ്വസിപ്പിക്കാൻ വന്നവരാണ്. ಅವರೆಲ್ಲರೂ ಆತನಿಗೆ ಸಮಾಧಾನವನ್ನು ಆಶ್ವಾಸವನ್ನು ಸಾಂತ್ವನಿಸಲಿಕ್ಕಾಗಿ ಬಂದವರಾಗಿದ್ದಾರೆ. എന്നാൽ അവന്റെ ഹൃദയത്തിന് മുറിവ് വരുത്തുന്നവരായിട്ടാണ് തിരുവെഴുത്തി കണ്ടത്. ಆದರೆ ಅವರನ್ನು ഹൃദയಕ್ಕೆ ಗಾಯವನ್ನು ಕೊಡುವಂತವರಾಗಿ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವುದು. ഇവരുടെ എല്ലാം വാക്ക് കേട്ടിട്ട് നിങ്ങളെല്ലാം പൊട്ട വൈദ്യന്മാരാണെന്ന് പറയും. ಇವರ ಈ ಯೋಬನು ಇವರ ವಿಷಯಗಳು ಇವರ ಮಾತುಗಳನ್ನ ಕೇಳಿದ ಮೇಲೆ ನೀವು ಒಟ್ಟು ವೈದ್ಯರು ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದ್ದಾರೆ. വാസ്തവമായിട്ട് അങ്ങനെയല്ലേ? ನಿಜವಾಗಿ ಅದು ಹೌದು. ലോകത്തിൽ ആരെല്ലാം ഏതെല്ലാം തരത്തിൽ ചികിത്സ ചെയ്യുന്നു, ലോകದಲ್ಲಿ ಏನೇನು ರೀತಿಯಲ್ಲಿ ಚಿಕಿತ್ಸೆಯನ್ನು ಮಾಡುತ್ತಿದ್ದಾರೆ. ആർക്കെങ്കിലും ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ಆದರೆ സത്തവരನ್ನು എബ്ബിസലിಕ್ಕೆ ಯಾರಿಗೂ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്നുണ്ടോ? ಅನೇಕ ಕ್ಯಾನ್ಸರ್ ರೋಗಿಗಳನ್ನು ಗುಣಪಡಿಸಲಿಕ್ಕೆ ಅವರಿಗೆ ಸಾಧ್ಯ ಆಗುವುದಿಲ್ಲ. ജന്മനാ കുരുടരായിരിക്കുന്നവർക്ക് കാഴ്ച കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ಕುರುಡರಾದವರಿಗೆ പ്രകാശವನ್ನು ಕೊಡಲಿಕ್ಕೆ, ದೃಷ್ಟಿಯನ್ನು ಕೊಡಲಿಕ್ಕೆ ಅವರಿಂದ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഇതെല്ലാം നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സത്യമാണ്. ಇವುಗಳನ್ನೆಲ್ಲ ನಾವು ನೋಡುವಂಥದ್ದು, ಅನುಭವಿಸುವಂತ ಸತ್ಯಾರ್ಥಗಳಾಗಿದೆ. കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഇതെല്ലാം സാധ്യമായി തീരുന്നു. ಆದರೆ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿ ಇದು ಎಲ್ಲವನ್ನು ಸಾಧ್ಯವಾಗಿ തീരുತ್ತದೆ. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മത്തായി എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ഇവൻ എത്ര മത്തായി എഴുതി വച്ചിരിക്കുന്നു, ഇവൻ യോനായേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവനെന്ന്. ಅದೇ ಮಾತಾಯಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ಈತನು ಯೋನಕ್ಕಿಂತಲೂ ಸೊಲೊಮೋನಕ್ಕಿಂತಲೂ ದೊಡ್ಡವನಾಗಿದ್ದಾನೆಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದಾರೆ. യോനായുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ಯೋನೆಯ ವೃತ್ತಾಗಿ ನಮ್ಗೆ ಗೊತ್ತುಂಟು. അവനെ കടലിലേക്ക് കപ്പൽക്കാർ എറിഞ്ഞു കളഞ്ഞു. ಆತನನ್ನು ಸಮುದ್ರಕ್ಕೆ ಬೀಸಾಕಿದೆಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. പക്ഷെങ്കിൽ 3 രാവും 3 പകലും സമുദ്രത്തിലെ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ಆದರೆ ಆತನು 3 ರಾತ್ರಿ 3 ಹಗಲು ದೊಡ್ಡ ಮತ್ಸ್ಯದ ಹೊಟ್ಟೆಯಲ್ಲಿ ಇದ್ದನು. ഒടുവിലായിട്ട് അവൻ പോകാതെ മടിച്ചു നിന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് മീന് അവനെ കൊണ്ട് ഛർദ്ദിച്ചു. ಆತನಿಗೆ ಹೋಗಲಿಕ್ಕೆ ಆಜ್ಞೆ ಸಿಕ್ಕಿದಂತ ಸ್ಥಳಕ್ಕೆ ಆ ಮೀನು ಆತನನ್ನು ಕೊಂಡೋಗಿ ಒಮಿಟ್ ಮಾಡಿದೆಂಬುದಾಗಿ ನಾವು ನೋಡ್ತೇವೆ. അവിടെ നടന്നത് എന്ത്?
ഈ മീന്റെ വയറ്റിൽ രക്ഷപ്പെട്ടു വന്ന മനുഷ്യന്റെ പ്രസംഗം കേട്ടിട്ട് ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും മാനസാന്തരം. ಈ 3 ದಿನವೂ ಮತ್ಸ್ಯದ ಹೊಟ್ಟೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಸಮುದ್ರ ಯೋನಾಯನ್ನು ನಿನೆವೆ ತಟಕ್ಕೆ ಕಾರ್ಯಂದ ಆ ಯೋನೆಯ ಪ್ರಸಂಗವನ್ನು ಕೇಳಿ ಆ ಊರಿನ ನಿನೆವೆಯ ಪಟ್ಟಣದ ಜನರು ಮಾನಸಾಂತರ ಹೊಂದಿದೆಂಬುದಾಗಿ ನಾವು ಓದುತ್ತೇವೆ. ആ രാജ്യത്തെ 1,20,000 ചില്ലുവാനും ജനം ഉണ്ടായിരുന്നെന്നാണ് ദൈവം പ്രസ്താവിച്ചിരിക്കുന്നത്. ಆ ದೇಶದಲ್ಲಿ 1,20,000 ಜನ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ಅವರು ಮುഴുവൻ രക്ഷിക്കപ്പെട്ടു. ಆ ಜನರು ಪೂರ್ತಿಯಾಗಿ ರಕ್ಷಣೆ ಹೊಂದಿದರು. ഇന്ന് നാം നോക്കിയാൽ ಇವತ್ತು ನಾವು ನೋಡುವುದಾದರೆ എത്ര ലക്ഷം ജനമാണ് രക്ഷിക്കപ്പെടുന്നത്. ಎಷ್ಟೋ ಲಕ್ಷ ಜನಗಳು ಮಾನಸಾಂತರ ಹೊಂದುವರಾಗಿದ್ದಾರೆ. അതിന് കാരണം എന്താണ്? ಅದಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയിൽ 3 നാൾ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതിന് കാരണമെന്താಗಿ ನೋಡಿದರೆ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಅರಿಮಥ್ಯ ಯೋಸೇಫಿನ ಸಮಾಧಿಯಲ್ಲಿ 3 ದಿನವೂ ಇದ್ದದು ಎಬ್ಬಿಸಲ್ಪಟ್ಟದಾಗಿ ನಾವು ನೋಡ್ತೇವೆ. ആ കല്ലറയുടെ ചുറ്റും പട്ടാളക്കാരെ കാവൽ കാത്തിരുന്നു. ಆತನನ್ನು ಅಲ್ಲಿ ಸಮಾಧಿ ಹಾಕಿದ ಮೇಲೆ ಆ ಸಮಾಧಿಯ ಸುತ್ತಲೂ ಸಿಪಾಯಿಗಳನ್ನು ಕಾವಲಿಟ್ಟಿದಾಗ ಎಂಬುದನ್ನು ನಾವು ನೋಡ್ತೇವೆ. അതിരാവിലെ പേടിച്ച് കടന്നു വന്ന സഹോദരിമാർ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേട്ടു. ಆದರೆ 3ನೇ ದಿನದಲ್ಲಿ ಬೆಳಿಗ್ಗೆ ಎದ್ದು ಬಂದ ಸಹೋದರಿಗಳು ಆತನ ಧ್ವನಿಯನ್ನು ಕೇಳಿದ್ದಾರೆ. തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടു. ಅವರು ಹಿಂದಿರುಗಿ ನೋಡುವಾಗ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ನೋಡಿದ್ದಾರೆ. യേശു ഉയർത്തെഴുന്നേറ്റു. ಯೇಸು ಎಬ್ಬಿಸಲ್ಪಟ್ಟಿದ್ದಾನೆ. അവന്റെ മഹത്വം എത്ര വലുതാണ് പ്രിയമുള്ളവർ. ಆತನ ಮಹಿಮೆ ಎಷ್ಟು ದೊಡ್ಡದಾಗಿದೆ ಪ್ರಿಯರೇ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുന്നവർ 1000 രക്ഷയിലേക്ക്. ಆ ಪುನರುದ್ಧಾನ ಹೊಂದಿದಂತ ಯೇಸುವಿನ ಕುರಿತಾಗಿ ಪ್ರಸಂಗ ಮಾಡುವುದಾದರೆ 1000 ಜನಗಳು ಪಾಪದಿಂದ ರಕ್ಷಣೆಗೆ ಬರುತ್ತಾರೆ ಎಂಬುದಾಗಿ ನಮ್ಗೆ ಅನುಭವವಾಗಿದೆ. ഈ 21ാം നൂറ്റാണ്ടിൽ എത്ര ലക്ഷമാണ് ജനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ಈ 21ನೇ ಶತಮಾನದಲ್ಲಿ ನಾವು ನೋಡುವಾಗ ಎಷ್ಟೋ 1000 ಲಕ್ಷ ಜನಗಳು ರಕ್ಷಣೆಗೆ ಪ್ರತಿದಿನವೂ ಬರುವಂತದಾಗಿ ನಾವು ಲೋಕದಲ್ಲಿ ನೋಡ್ತೇವೆ. അതിന് കാരണമായി തീരുന്നത് എന്താണ്? ಅದಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ ക്രൂശിലെ മരണത്താൽ ശത്രുവായിരിക്കുന്ന സാത്താന്റെ തലയെ കർത്താവ് തകർത്തതുകൊണ്ടാണ്. ಶತ್ರುವಾದ ಸೈತಾನು ಆತನ ಕ್ರೂಜಿಯ ಮರಣದಿಂದ ಆತನ ತಲೆಯನ್ನು ಜಜ್ಜಿದ ಮೂಲಕವಾಗಿ ಈ ಅದ್ಭುತಗಳನ್ನು ನಡೆಯಲ್ಪಡುತ್ತದೆ. സാത്താൻ എത്രമാത്രം മനുഷ്യനെ തടഞ്ഞു നിർത്തിയാലും ഹല്ലേലൂയ, കല്ലറയെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അവരിൽ നിന്ന് വിടുവിക്കുന്നു. ಸೈತಾನ್ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಜನರನ್ನು ಬಂಧಿಸಿದ್ದರು, ಕ್ರೂಜೆ ಪುನರುತ್ಥಾನ ಹೊಂದಿದಂತ ಯೇಸು ಆತನ ಸೈತಾನ ತಲೆಯನ್ನು ಜಜ್ಜಿ ಇವರನ್ನು ಹೊರಗೆ ತರುತ್ತಾರೆ. നാം ഓരോരുത്തരും കർത്താവിലേക്ക് വന്നത് അപ്രകാരമുള്ള ഒരു വിടുതലിനാലാണ് വന്നത്. ನಾವು ಪ್ರತಿಯೊಬ್ಬರು ಕರ್ತನ ಕಡೆಗೆ ಬಂದದ್ದು ಆ ಪ್ರಕಾರವಾಗಿರುವ ಒಂದು ಬಿಡುಗಡೆಯ ಮೂಲಕವಾಗಿ ಅಷ್ಟೇ. അവന്റെ മഹത്വം എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. ಆತನ ವರ್ಣಿಸಿದ್ರು ಮುಗಿಯುವುದಿಲ್ಲ. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവം പറയട്ടെ. ನಮ್ಮ ಜೀವನದ ಒಂದು ಅನುಭವವನ್ನು ಹೇಳ್ತೇನೆ. ഞങ്ങളൊരു കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ടായിരുന്നു. ನಾವು ನಮ್ಮ ಮನೆಯಲ್ಲಿ ಒಂದು 50 ಮಕ್ಕಳನ್ನು ನಮ್ಮ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿಸಿ ಅವರನ್ನು ಸಂಧಿಸುತ್ತಾ ಇದ್ರು. ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്പോൺസർ അവർ നിർത്തിക്കളഞ്ഞു. ನಮ್ಗೆ ಅದಕ್ಕೆ ಸಹಾಯ ಮಾಡೋರು ಆ ಸಹಾಯವನ್ನು ನಿಲ್ಲಿಸಿಬಿಟ್ರು. ഞങ്ങളുടെ സ്വന്തമായ പ്രാപ്തി കൊണ്ട് അല്പ ദിവസങ്ങളൊക്കെ അവർക്ക് ചെലവിന് കൊടുക്കും. ಆದರೆ ನಾವು ನಮ್ಮ ಪ್ರಾಪ್ತಿಯಿಂದ ಸ್ವಲ್ಪ ತಿಂಗಳುಗಳು ಅವರನ್ನು പോഷിಸಿ ಅವರನ್ನು ಸಾಕಿಕೊಂಡ್ರು. എന്നാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് അരി വാങ്ങിപ്പാൻ നിവൃത്തിയില്ലാതെ വന്നു. ಆದರೆ ಪಕ್ಕನೆ ಅವರನ್ನು ಸಾಕಲಿಕ್ಕೆ ನಮಗೆ ಸಾಧ್ಯವಿಲ್ಲದೆ ಸಂದರ್ಭ ಉಂಟಾಯಿತು. ഞങ്ങളുടെ വീട്ടിൽ ഒരു നുള്ളു അരി ഇല്ലാത്ത ഒരു സന്ദർഭം വരും. ನಮ್ಮ ಮನೆಯಲ್ಲಿ ಅವರಿಗೆ ಕೊಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಯಾವುದೋ ವಸ್ತುಗಳು ಇಲ್ಲದ ಒಂದು ಸಂದರ್ಭವು ನಮ್ಮಲ್ಲಿ ಉಂಟಾಯಿತು. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ ഭക്ഷണം കൊടുക്കണം. ಮಕ್ಕಳು ಶಾಲೆಗೆ ಹೋಗಿ ವಾಪಸ್ ಬರುವಾಗ ಅವರಿಗೆ ಆಹಾರವನ್ನು ಕೊಡಬೇಕು. വീട്ടിൽ പണി ചെയ്യുന്ന പെൺകുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞു, അമ്മച്ചി അരിയില്ലല്ലോ, എന്താണ് ചെയ്യേണ്ടത്?
ಮನೆಯಲ್ಲಿ ಕೆಲಸ ಮಾಡುತ್ತಿರುವ ಹುಡುಗಿಯರು ಬಂದು ನಮ್ಗೆ ಆಹಾರ ಮಾಡ್ಲಿಕ್ಕೆ അല്ലെങ്കിൽ ಅನ್ನ ತಯಾರಿಸಲಿಕ್ಕೆ ಅಕ್ಕಿ ಇಲ್ಲ, ಏನ್ ಮಾಡುವುದು ಎಂಬುದಾಗಿ ಹೇಳಿದರು. അമ്മച്ചി പറഞ്ഞു, മോളെ പാത്രത്തിൽ വെള്ളം ഇട്ട് തിളപ്പിക്കാൻ പറഞ്ഞു. ಆ ಸಮಯದಲ್ಲಿ ನಾನು ಅವರಿಗೆ ಹೇಳಿದ್ದೇನೆಂದರೆ, ನೀವು ಪಾತ್ರೆಯಲ್ಲಿ ನೀರಿಟ್ಟು ನೀರು ಕುದಿಸಿರಿ, ಅಕ್ಕಿ ಬರುತ್ತದೆ ಎಂಬುದಾಗಿ. കർത്താവിൽ നമ്മൾ പൂർണ്ണമായോ വിശ്വസിച്ചു. ಪ್ರಿಯರೇ, ಹೇಳ್ತೇವೆ, ನಾವು ಕರ್ತನಲ್ಲಿ ಸಂಪೂರ್ಣವಾಗಿ ನಂಬಿದರು. ಹಲ್ಲೆಲೂಯಾ. വിശ്വസിച്ചു, വെള്ളം തിളച്ചു, പിള്ളേര് സ്കൂളിൽ നിന്ന് വന്നു. ನಂಬಿಕೆಯಿಂದ ಪಾತ್ರೆಯಲ್ಲಿ ನೀರಿಟ್ಟು ನೀರು ಕುದೀತಾ ಇತ್ತು, ಮಕ್ಕಳು ಶಾಲೆಯಿಂದ ಬಂದ್ರು. ആഹാരം കൊടുപ്പാൻ അരിയില്ലാത്തത് കൊണ്ട് വെള്ളം മാത്രം തിളച്ചുകൊണ്ടിരുന്നു. ಆ ನೀರಲ್ಲಿ ಹಾಕಲಿಕ್ಕೆ ಅಕ್ಕಿ ಇರಲಿಲ್ಲ, ನೀರು ಕುದೀತಾ ಇತ್ತು. ആ നിമിഷം ഒരു ഫോൺ വന്നു. ಆ ಸಮಯದಲ್ಲಿ ನಮಗೊಂದು ಫೋನ್ ಸಿಕ್ಕಿತು. അടുത്തുള്ള ഒരു ബ്രാഹ്മണരുടെ ഒരു ആശ്രമത്തിൽ നിന്ന് ഒരു ഫോൺ വന്നത്. ನಮ್ಮ ಮನೆಯ ಪಕ್ಕದಲ್ಲಿ ಇರುವಂತ ಒಂದು ಬ್ರಾಹ್ಮಣರ ಆಶ್ರಮದಿಂದ ಆ ಫೋನ್ ನಮಗೆ ತಲುಪಿರುವುದು. അവിടെ പല കല്യാണം അന്നത്തെ ദിവസം നടന്നു. ಆ ಕಲ್ಯಾಣ ಮಂಟಪದಲ್ಲಿ ಕೆಲವು ಮದುವೆಗಳು ಆ ದಿವಸ ನಡೆಯಿತು. ഒത്തിരി ആഹാരം അധികപ്പെട്ടു. ಅವರಿಗೆ ಧಾರಾಳ ಆಹಾರವನ್ನು ബാലൻസ് ಉಳಿದಿತ್ತು. അത് നഷ്ടമാകാതെ ആർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഓർഫനേജിനെ കുറിച്ച് അവർ ഓർത്തു. ಆ ಆಹಾರವು ಅಲ್ಲಿ ತುಂಬಾ ಬಂದಾಗ ಅವರಿಗೆ ನೆನಪು ಬಂದು, ಫಾದರ್ ಮನೆಯಲ್ಲಿ ನಡೆಸುವಂತ ಆ ಆಶ್ರಮದ ಕುರಿತಾಗಿ ಅವರಿಗೆ ನೆನಪು ಬಂದಿತ್ತು. അവരെ പെട്ടെന്ന് ഫോൺ ചെയ്തു, ഇവിടെ ഒത്തിരി ആഹാരം ശേഷിച്ചിരിക്കുന്നു, ഞങ്ങൾ അങ്ങോട്ടൊരു ട്രക്കിൽ അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ಅವರು ಫೋನ್ ಮಾಡಿದ್ದಾರೆ, ಇಲ್ಲಿ ನಮಗೆ ಧಾರಾಳ ಆಹಾರ ಉಳಿಯಿತು, ನಾವು ಆಹಾರವನ್ನು ನಿಮ್ಮ ಆಶ್ರಮಕ್ಕೆ ಕಲಿಸಬಹುದಾ ಎಂಬುದಾಗಿ. എന്റെ ഹൃദയം വളരെയേറെ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ನಮ್ಮ ಹೃದಯವು ಆ ಸಮಯದಲ್ಲಿ ದೇವರಲ್ಲಿ ತುಂಬವಾಗಿ ആനന്ദപ്പെട്ടു. ഒരുക്കി വെച്ച ആഹാരം ഉള്ളപ്പോൾ വെള്ളം തിളപ്പിച്ചുകൊണ്ട് എന്ത് ചിന്ത, എന്തും സാധിക്കും. ಅಕ್ಕಿ ಹಾಕಲಿಕ್ಕೆ ನೀರು ಕುದಿಯುತ್ತಾ ಇರುವುದು, ಆದರೆ ಸಿದ್ಧ ಮಾಡಲ್ಪಟ್ಟಂತ ಆಹಾರವು ನಮಗೆ ಅಲ್ಲಿ ದೊರೆಯಿತು. ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമാണ്. ದೇವರು ನಮಗೋಸ್ಕರವಾಗಿ ಸಿದ್ಧ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. ಹಾಗಿರುವಾಗ ನಮ್ಮ ಪ್ರಯತ್ನವು ವ್ಯರ್ಥವಾಗಿದೆ. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത്. ನಮ್ಮಿಂದ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಷ್ಟೇ. നമ്മൾ വിശ്വസിക്കുക, ನಾವು ನಂಬುವ. നമ്മുടെ ദൈവം വലിയവനാണ്, ನಮ್ಮ ದೇವರು ದೊಡ್ಡವನಾಗಿದ್ದಾನೆ, അവന്റെ മഹത്വം വലുതാണ്, ಆತನ ಮಹಿಮೆಯು ದೊಡ್ಡದಾಗಿದ್ದಾನೆ. പത്രോസ് ശക്തമായി ജനത്തോട് പറയുകയാണ്, ಪೇತ್ರನು ಶಕ್ತವಾಗಿ ಸಭೆಗೆ ಹೇಳ್ತಾನೆ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ, ನಾವು ಆತನ ಮಹಿಮೆಯನ್ನು ನೋಡಿದ ಸಾಕ್ಷಿಗಳಾಗಿದ್ದಾರೆ. 3.5 വർഷം കർത്താവിനോടുകൂടെ നടന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹത്വം അവർ കണ്ടു. 3.5 ವರ್ಷವು ಆತನೊಂದಿಗೆ, ದೇವರ ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗೆ ಸಂಚರಿಸಿದ ಇವರು ಆತನ ಮಹಿಮೆಯನ್ನು ನೋಡಿದವರಾಗಿದ್ದಾರೆ. അതുകൂടാതെ മറുരൂപമലയിൽ ഹല്ലേലൂയ പഴയ നിയമ പിതാക്കന്മാരെ ദർശിച്ചപ്പോൾ അവൻ ആരാണെന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. ಅದಕ್ಕಿಂತ ಮೇಲಾಗಿ ಮರುರೂಪ ಬೆಟ್ಟದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗೆ ಇರುವಾಗ ಆತನ ಮಹಿಮೆಯನ್ನು ಅವರು ಅಲ್ಲಿ ನೋಡಿದ್ದಾರೆ. അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, ಸ್ವರ್ಗದಿಂದ ಅವರು ಕೇಳಿದ ಶಬ್ದವು, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പിതാവായ ദൈവം കൽപ്പിക്കുന്ന ശബ്ദം കേട്ടു. ಅಲ್ಲಿಂದ ಅವರು ಕೇಳಿದ ಧ್ವನಿ ಏನೆಂದರೆ, ಈತನು ನನ್ನ ಪ್ರಿಯ ಕುಮಾರನೆಂಬುದಾಗಿ ತಂದೆಯಾದ ದೇವರ ಧ್ವನಿಯು. ഒന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവത്തിന്റെ മഹത്വകരമായ പ്രഭയുണ്ടായി. ಮೊದಲನೇದಾಗಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ದೇವರ ಮಹಿಮೆಯ ಪ್ರಭೆಯುಂಟಾಯಿತು. അത് മാത്രമല്ല, 2 പ്രവാചകന്മാർ മോശയും ഏലിയാവും കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ കണ്ടു. ಎರಡನೇದಾಗಿ 2 ಪ್ರವಾದಿಗಳು ಮೋಸೆಯನ್ನು ಏಲಿಯನನ್ನು ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಆ ಬೆಟ್ಟದಲ್ಲಿ ಅವರು ನೋಡಿದರು. മൂന്നാമതായിട്ട് കണ്ടത്, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നൊരു ശബ്ദമുണ്ടായി. ಮೂರನೇದಾಗಿ ಈತನೇ ನನ್ನ ಪ್ರಿಯ ಕುಮಾರನೆಂಬುದಾದ ಒಂದು ಶಬ್ದವು ಪರಲೋಕದಿಂದ ಅವರು ಕೇಳಿತು. ആ സാക്ഷ്യം ലഭിച്ചവരാണ് പറയുന്നത് അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ಆ ಸಾಕ್ಷಿಯನ್ನು ಹೊಂದಿದವರಷ್ಟೇ ಈಗ ಇಲ್ಲಿ ಹೇಳಿರುವುದು, ನಾವು ಆತನ ಮಹಿಮೆಯನ್ನ ಕಂಡ ಸಾಕ್ಷಿಗಳಾಗಿದ್ದಾರೆಂಬುದಾಗಿ. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എങ്കിൽ, ಒಂದು ವ್ಯಕ್ತಿಯು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ವಿಷಯವಾಗಿ ಪ್ರಸಂಗ ಮಾಡೋದಾದರೆ അവന്റെ മഹത്വം കണ്ടവരായിരിക്കണം. ಅವರು ಆತನ ಮಹಿಮೆಯನ್ನು ನೋಡಿದವರಾಗಿರಬೇಕು. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ എന്റെ കണ്ണവൻ
കണ്ടു, എൻ്റെ കൈ അവന് തൊട്ടു, ഞങ്ങൾ അനുഭവിച്ചു എന്ന്. ಅಪೊಸ್ತಲನಾದ ಯೋಹಾನ ಹೇಳ್ತಾನೆ, ನಾನು ಅವರನ್ನು ನೋಡಿದ್ದೇನೆ, ನಾನು ಅವರನ್ನು ಕೇಳಿದ್ದೇನೆ, ನಾನು ಅವರನ್ನು ಮುಟ್ಟಿದ್ದೇನೆಂಬುದಾಗಿ. Praise the Lord. ഹല്ലേലൂയ. ജീവിതത്തിൽ ഈ അനുഭവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ സാക്ഷ്യം. ಜೀವನದಲ್ಲಿ ഉണ്ടാകുന്ന ಅನುಭವವಾಗಿದೆ ನಮ್ಮ ಸಾಕ್ಷ್ಯಗಳು. ഈ അനുഭവമാണ് ആയിരങ്ങളെ ഇന്ന് കർത്താവിലേക്ക് നടത്തുവാൻ സാധിക്കുന്നത്. ಈ ಅನುಭವಗಳಷ್ಟೇ ಸಾವಿರಾರು ಜನಗಳನ್ನು ಕರ್ತನ ಕಡೆಗೆ ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತದ್ದು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ನಾವು ಆತನ ಮಹಿಮೆ ಕಂಡ ಸಾಕ್ಷಿಗಳಾಗಿದ್ದಾರೆ. ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. ನಮಗೆ ಹೇಳಲಿಕ್ಕಿರುವುದು ಅದೊಂದು ವಿಷಯವಷ್ಟೇ. ഞങ്ങൾ സാഗറിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ನಾವು ಸಾಗರೆಂಬ ಊರಿನಲ್ಲಿ ഇതുപോലെ ಸೇವೆಯನ್ನು ಮಾಡುವ ಸಮಯದಲ್ಲಿ ಇದೇ ಪ್ರಕಾರವಾಗಿ ഒരു വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് നേരിട്ടു. ಒಂದು ದೊಡ್ಡ ಕಷ್ಟದ ಸಂದರ್ಭವು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಉಂಟಾಯಿತು. ഒരു കടും കാപ്പി പോലും ഉണ്ടാക്കി കഴിപ്പാനില്ലാത്ത പരിതസ്ഥിതിയിൽ അത്രമാത്രം ഞങ്ങൾ കഷ്ടത്തിലായി. ಒಂದು ಕಾಪಿ ಕೂಡ ಮಾಡಿ ಕುಡಿಯುವುದಕ್ಕೆ ನಮ್ಮಲ್ಲಿ ಯಾವುದೇ ಸಾಮಾನವಿಲ್ಲದ ಒಂದು ಪರಿಸ್ಥಿತಿಗೆ ನಾವು ಬಂದ್ರು. ചില ദിവസങ്ങൾ ഞങ്ങൾ ആഹാരമില്ലാത്തവരായി മുറിക്കകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ಕೆಲವು ದಿವಸಗಳು ನಮ್ಮ ಮನೆಯಲ್ಲಿ ಯಾವುದೇ ಆಹಾರವಿಲ್ಲದೆ ರೂಮ್ ಒಳಗೆ ನಾವು ಕೂತುಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಅನುಭವ ಉಂಟಾಯಿತು. ശനിയാഴ്ച ആയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് ചോദിച്ചു, ഞായറാഴ്ച പ്രസംഗിക്കാൻ കഴിയുമോ എന്ന്. ಶನಿವಾರ ರಾತ್ರಿಯಲ್ಲಿ ನಾನು ಅವರಿಗೆ ಕೇಳಿದ್ದೇನೆ, ನಾಳೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಎದ್ದು ನಿಂತು ಪ್ರಸಂಗ ಮಾಡುವುದು ನಮ್ಗೆ ಸಾಧ್ಯವಾಗುತ್ತದೆ ಎಂಬುದಾಗಿ. ഞാൻ പറഞ്ഞു, എന്നും പ്രസംഗിക്കുന്നതിനേക്കാൾ ശക്തമായി ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ಆಗ ದೇವರದಾಸರು ಹೇಳಿದ ವಿಷಯ ಏನೆಂದರೆ, ಎಲ್ಲಾ ದಿವಸ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕಿಂತ ಶಕ್ತವಾಗಿ ನಾಳೆ ನಾನು ದೇವರಿಗೆ ಪ್ರಸಂಗ ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. ಆದಿತ್ಯವಾರ ಬೆಳಿಗ್ಗೆ ಸೂರ್ಯ ಉದಯ ಆಗುವುದಕ್ಕೂ ಮುಂಚೆ ಒಬ್ಬ ಸಹೋದರನ ಮನೆಯಲ್ಲಿ ಬಂದು, ഞായറാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ലോറിയിൽ 100 കിലോ തൂക്കമുള്ള ഒരു ചാക്ക് നല്ല പുഴുക്കൽ അരിയുമായിട്ടാണ് വന്നത്. ಆತನು ತನ್ನ ಲೋರಿಯಲ್ಲಿ ಒಂದು ಚೀಲ ಅಂದರೆ 100 kg ಅಕ್ಕಿ ಇರುವಂತ ಒಂದು ಚೀಲ ಅಕ್ಕಿ ಅವರು ಮನೆ ಬಾಗಿಲಿಗೆ ತಂದ್ರು. 4 ലോഡേഴ്സ് മുഖാന്തരം പിടിച്ച് അകത്ത് കൊണ്ടുവച്ചു. 4 ലോഡേഴ്സ് മുഖാന്തരವಾಗಿ ആ ಚೀಲವನ್ನು ತೆಗೆದು ನಮ್ಮ ಮನೆಯೊಳಗೆ ಇಟ್ಟಿದ್ರು. ഹല്ലേലൂയ. Praise the Lord. പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഇരട്ടി ശക്തിയിൽ ആ ആഴ്ചയിൽ ഞായറാഴ്ച പ്രസംഗിപ്പാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ಹೇಳಿದ ಹಾಗೆ ಆ ದಿವಸವು ಆದಿತ್ಯವಾರ ಬಹಳವಾದ ಶಕ್ತಿಯಿಂದ ದೇವರಿಗೆ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಲಿಕ್ಕೆ ನನಗೆ ಸಾಧ್ಯವಾಯಿತು. ദൈവത്തിങ്കിൽ നിന്ന് നമ്മൾ ആത്മീക ശക്തി പ്രാപിക്കണം. ದೇವರಿಂದ ನಾವು ಆತ್ಮಿಕ ಶಕ್ತಿಯನ್ನು ಹೊಂದಬೇಕು ಪ್ರಿಯರೇ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോബിന്റെ പുസ്തകം 42-ನೇ ಅಧ್ಯಾಯದ 5ನೇ ವಚನದಲ್ಲಿ ಈ ರೀತಿಯಲ್ಲಿ ಓದುತ್ತೇವೆ. ഇതിനെക്കുറിച്ച് എന്നൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുന്നു. ನಿನ್ನ ವಿಷಯವಾಗಿ ಒಂದು ಕೇಳ್ವಿ ಮಾತ್ರವನ್ನು ನಾನು ನೋಡಿ ಕೇಳಿದ್ದೇವೆ, ಆದರೆ ಈಗಲಾದರೂ ನಿನ್ನನ್ನು ಕಣ್ಣಾರೆ ಕಂಡನೆಂಬುದಾಗಿ ಹೇಳ್ತೇನೆ. അബ്രഹാമിന്റെ സമകാലികനാണ് യോബ്. ಅಬ್ರಹಾಮನ ಸಮಯದಲ್ಲಿ ಜೀವಿಸಿದಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ ಯೋಬನು. ഒരു വലിയ ചരിത്ര സത്യമാണിത്. ಇದೊಂದು ದೊಡ್ಡ ಚರಿತ್ರ ಸತ್ಯವಾಗಿದೆ. യോബന് വലിയ ധനികനായിരുന്നു എന്ന് യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ಯೋಬನ ಪುಸ್ತಕವನ್ನು ಓದುವಾಗ ಆತನು ದೊಡ್ಡ ಧನಿಕನಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಆ ಪುಸ್ತಕದಿಂದ ನಮಗೆ ನೋಡಲು ಸಾಧ್ಯವಿದೆ. എന്നാൽ നനയാത്ത സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ಆದರೆ ನೆನೆಸದ ಗಳಿಗೆಯಲ್ಲಿ ತನಗಿದ್ದದೆಲ್ಲ ನಷ್ಟವಾಯಿತು. തന്റെ ശരീരം പോലും സാത്താനാൽ പിടിക്കപ്പെട്ട് ദേഹരഹിതനായി തീരുന്ന പരിതസ്ഥിതിയിലേക്ക് വന്നു. ತನ್ನ ಶರೀರವನ್ನು ಕೂಡ ದೊಡ್ಡ ಹುಣ್ಣುಗಳಿಂದ ಬಾಧಿಸಲ್ಪಟ್ಟವನಾಗಿ ತಾನ ದೇಹರಹಿತನಾಗಿ ತೀರುವಂತ ಸಂದರ್ಭ ಉಂಟಾಯಿತು. പുഴുക്കൾ തന്റെ ശരീരത്തിൽ നൃത്തം ചെയ്തു എന്നാണ് വായിക്കുന്നത്. ಹುಳಗಳು ತನ್ನ ಶರೀರದಲ್ಲಿ ನೃತ್ಯ ಮಾಡಿದನೆಂಬುದಾಗಿ ನಾವು ಓದ್ತೇವೆ. ആ സ്ഥിതിയിലിരിക്കുമ്പോൾ, ಆ ಸ್ಥಿತಿಯಲ್ಲಿ ತಾನಿರುವಾಗ ആശ്വാസപ്രദരായിരിക്കുന്ന സ്നേഹിതന്മാരെ തന്റെ വ്രണങ്ങളെ അധികം വേദനിപ്പിച്ചതല്ലാതെ ഒരാശ്വാസം അവർക്ക് ലഭിച്ചില്ല. ಆ ಸಮಯದಲ್ಲಿ ತನ್ನನ್ನು ನೋಡಲಿಕ್ಕೆ ಬಂದಂತ ಸ್ನೇಹಿತರಿಗೆ ಅವರ ಮಾತುಗಳ ಮೂಲಕವಾಗಿ ಜೋಬನಿಗೆ ನೋವುಂಟಾದದ ಹೊರತು ಸಮಾಧಾನವು ತನ್ನಲ್ಲಿ ಉಂಟಾಗಲಿಲ್ಲ. എന്നാൽ ಆದರೆ കർത്താവായ യേശു ക്രിസ്തു ദൈവം, നമ്മുടെ ദൈവം ചുഴലിക്കാറ്റിൽ അവന് പ്രത്യക്ഷം. ಆದರೆ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ದೇವರು ಸುರುಗಾಳಿಯಲ್ಲಿ ಆತನಿಗೆ ಪ್ರತ್ಯಕ್ಷನಾದನು. അവനോട് സംസാരിപ്പാൻ തുടങ്ങി.
ಆತನ ಸಂಗಡ ಮಾತನಾಡಿದನು. 38 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം യോബിനോട് സംസാരിക്കുന്നു. ಯೋಬನ ಪುಸ್ತಕ 38ನೇ ಅಧ್ಯಾಯದಿಂದ 42ನೇ ಅಧ್ಯಾಯವರೆಗೆ ಇರುವಂತಹ ಭಾಗಗಳಲ್ಲಿ ಯೋಬನ ಸಂಗಡ ದೇವರು ಮಾತನಾಡಿದ ನಾವು ಓದಲು ಸಾಧ್ಯವಿದೆ. ദൈവത്തിന്റെ ശബ്ദം താൻ കേട്ടു. ದೇವರ ಧ್ವನಿಯನ್ನು ತಾನು ಕೇಳಿದನು. അപ്പോൾ പറഞ്ഞ ഒരു വചനമാണ്, ಆಗ ತಾನು ಹೇಳಿದಂತ ಒಂದು ವಿಷಯವನ್ನು, എന്നെ കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ನಿನ್ನ ಕುರಿತಾಗಿ ಕಿವಿಯಿಂದ ನಿನ್ನ ವಿಷಯವನ್ನು ಕೇಳಿದ್ದೇನೆ, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ കാണും. ಈಗಲಾದರೂ ನಿನ್ನನ್ನು ನನ್ನ ಕಣ್ಣಾರೆ ಕಂಡನು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ಜನರೇ, നമ്മൾ കഠിന ശോധനയിലാകുമ്പോൾ, ನಾವು ಕಠಿಣಕರವಾದ ಶೋಧನೆಯಲ್ಲಿ ಆಗುವಾಗ കോരഹപുത്രന്മാർ ഇങ്ങനെ പാടി, അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ಕೋರಹಿಯರು ಈ ರೀತಿಯಲ್ಲಿ ಹಾಡಿದ್ದಾರೆ, ಆತನು ಬಹಳ ಹತ್ತಿರವಾದ ಸಹಕಾರಿಯಾಗಿದ್ದಾನೆ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അടുത്ത സഹകാരി, തുണ, ಬಹಳ ಹತ್ತಿರವಾಗಿರುವಂತ ಸಹಕಾರಿಯೂ ಆಗಿದ್ದಾನೆ. ഹല്ലേലൂയ. മനുഷ്യന്റെ ഏറ്റവും അടുത്ത സഹകാരി തന്റെ ഭാര്യയാണ്. ಒಂದು ಮನುಷ್ಯನ ಬಹಳ ದೊಡ್ಡ ಸಹಕಾರಿ ತನ್ನ ಹೆಂಡತಿಯಾಗಿದ್ದಾರೆ. എന്നാൽ ಆದರೆ അതിനേക്കാൾ അടുത്തതാണ് നമ്മുടെ കർത്താവായ യേശു. ಅದಕ್ಕಿಂತ ಮಿಗಿಲಾದ ತುಣಿ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿಯಾಗಿದ್ದಾನೆ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വാസ്തവമായി യോബ് കണ്ടു. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ನಿಜವಾಗಿ ತನ್ನ ಕಣ್ಣಾರೆ ಆತನನ್ನು ಜೋಬನು ನೋಡಿದ್ದಾನೆ. ഹല്ലേലൂയ. ഞാൻ കേട്ടതിനേക്കാൾ അധികമായി നിന്നെ കുറിച്ച് കാണുവാൻ എനിക്ക് ഭാഗ്യം. ನಾನು ಆತನ ಕುರಿತಾಗಿ ಕೇಳಿದಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ನನ್ನ ಕಣ್ಣಾರೆ ಆತನನ್ನು ಕಂಡನೆಂಬುದಾಗಿ ಬರೆದಿದ್ದೇನೆ. സത്യവേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ದೇವರ ವಚನವನ್ನು ನಾವು ಕಲಿಯುವಾಗ, കഠിന ശോധനയിൽ ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന കർത്താവ്, ಕಠಿಣಕರವಾದ ಶೋಧನೆಯಲ್ಲಿ ಇರುವಾಗ ಅವರ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಂದಂತ ನಮ್ಮ ಕರ್ತನು. 3 ബാലകന്മാർ തീയുടെ നടുവിൽ നിൽക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നു. 3 ಬಾಲಕರು ಬೆಂಕಿಯ ನಡುವಿನಲ್ಲಿ ಇರುವಾಗ ಅವರ ಮಧ್ಯದಲ್ಲಿ 4ನೇದಾಗಿ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಇಳಿದು ಬಂದನು. ಆಮೆನ್. തീയിലേക്കിട്ടാൽ രാജാവ് അവനെ കണ്ടിട്ട് ഇതൊരു ദൈവപുത്രന് സമനായിരിക്കുന്നു എന്ന് ചൂണ്ടിപ്പറയും. ಆತನನ್ನು ಬಂಧಿಸಿ ಬೆಂಕಿಗೆ ಹಾಕಿದಂತ ಅರಸನು ಕೂಡ ಈ 4ನೇದಾಗಿ ನಾವು ನೋಡುವುದು ಅದು ದೇವರ ಕುಮಾರನಿಗೆ ಸಮನಾದವನೆಂಬುದಾಗಿ ಹೇಳುತ್ತಾನೆ. അപ്പോൾ ദൈവപുത്രൻ ഇറങ്ങി വരുന്നു നമ്മുടെ കഷ്ടത്തിൽ. ಆಗ ದೇವರ ಕುಮಾರನು ನಮ್ಮ ಕಷ್ಟದಲ್ಲಿ ಇಳಿದು ಬರುವುದೆಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವಲ್ಲ. ദാനിയേൽ പറയുന്നു, സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ದಾನಿಯೇಲನು ತಾನು ಹೇಳುವುದು, ಸಿಂಹದ ಗೆವಿಯೊಳಗೆ ದೇವರ ದೂತನು ನನಗೋಸ್ಕರವಾಗಿ ಇಳಿದು ಬಂದನು ಎಂಬುದಾಗಿ. ഒരു ദൂതനെ പോലെയാണ് ദൈവം നമ്മളെ രക്ഷിപ്പാൻ ഇറങ്ങി വരുന്നത്. ദൂതന സമാനದಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನು രക്ഷിಸೋದಕ್ಕೋಸ್ಕರವಾಗಿ ಇಳಿದು ಬರುತ್ತಾನೆ. എത്ര ആപത്തുകളിൽ നമ്മളെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നു. ಎಷ್ಟೋ ವಿಪತ್ತುಗಳಲ್ಲಿ ನಮ್ಮನ್ನು രക്ഷിಸೋದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರ ದೂತರು ನಮಗೋಸ್ಕರವಾಗಿ ಇಳಿದು ಬರುತ್ತಾನೆ. ദൈവത്തിന് സ്തോത്രം. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. എത്ര വർണ്ണിച്ചാലും തീരാത്ത ഒരു മഹാപുരുഷൻ. ನಾವು ಎಷ್ಟು ಹೇಳಿದರೂ ವರ್ಣಿಸಲು ಸಾಧ್ಯವಾದೊಂದು ಮಹಾಪುರುಷನು. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 14 ലേഖനങ്ങളിൽ ഇത് ആತನ മഹത്വത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ಶ್ರೀ ಪೌಲನು 14 ಪತ್ರಿಕೆಗಳನ್ನು ಆತನ ಮಹಿಮೆಯ ಕುರಿತಾಗಿ ಬರೆದಿದ್ದಾನೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത്തിൽ ഇരിക്കുന്ന ദൈവമക്കളുടെ ഉറവയാണ് കർത്താവായ യേശു. കഷ്ടದಲ್ಲಿ ಇರುವಂತ ದೇವರ ಮಕ್ಕಳ ಹೊರತಿಯಾಗಿದ್ದಾನೆ ನಮ್ಮ കർത്തനായ യേശു ക്രിസ്തു. പ്രാണനെ നഷ്ടമായി പോകുന്ന പശ്ചാത്തലത്തിൽ തന്റെ മകനെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ അബ്രഹാമിന്റെ ദൈവത്തെ ഹാഗാർ വിളിച്ചപേക്ഷിക്കുന്നു. ತನ್ನ ಮಗನನ್ನು ನಷ್ಟವಾಗುವ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಹಾಗಾರ್, ಅಬ್ರಹಾಮನ ದಾಸಿಯಾದ ಹಾಗಾರಳು ದೇವರ ಮುಂದೆ ಅಪೇಕ್ಷಿಸುತ್ತಾನೆ. അവൾക്ക് അല്പം വെള്ളം കുടിപ്പാൻ കിട്ടിയാൽ ജീവനെ നേടാമായിരുന്നു എന്ന് വിചാരിച്ചു. ಸ್ವಲ್ಪ ನೀರಾದರೂ ಸಿಕ್ಕಿದರೆ ನನ್ನ ಮಗನ ಪ್ರಾಣವನ್ನು ಉಳಿಸಬಹುದೆಂಬುದಾಗಿ ಆಕೆ ನೆನೆಸಿರಬಹುದು. ആ നിമിഷത്തിലാണ് സ്വർഗസ്ഥനായ ദൈവം കാണിച്ചു കൊടുക്കുന്നത്, നിന്റെ മകന്റെ അടുക്കൽ ഒരു ഉറവ തുറക്കപ്പെട്ടിരിക്കുന്നു. ಆ ಸಮಯದಲ್ಲಿ ದೇವರು ಆಕೆಗೆ ತೋರಿಸಿದ್ದಾನೆ, ನಿನ್ನ ಹತ್ತಿರದಲ್ಲಿ ಒಂದು ಹೊರತೆಯು ನಿನಗೋಸ್ಕರವಾಗಿ ಅದೇ ಎಂಬುದಾಗಿ. ഉറവയെന്ന് പറഞ്ഞാൽ ಹೊರತೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ വെറും വെള്ളം മാത്രമല്ല, ಅದು ಬರೇ ನೀರಲ್ಲ ಪ್ರಿಯರೇ. ಆಮೆನ್. നീര് മാത്രമല്ല, ಅದು ಬರೇ ನೀರು ಮಾತ್ರವಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവത്തിന്റെ ഉറവയെന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളുമാണ്.
ದೇವರ ಹೊರತೆ ಎಂಬುದಾಗಿ ಹೇಳಿದಿರೋದು ಎಲ್ಲ ಆಶೀರ್ವಾದಗಳಾಗಿದೆ. അബ്രഹാമിന് വേണ്ടി ദൈവം സ്വർഗത്തിലെ ഉറവ തുറന്നു. അബ്രഹാമിനോസ്കരವಾಗಿ ದೇವರು ಪರಲೋಕದ ಹೊರತೆಗಳನ್ನು ತೆರೆದನು. ഓ ശത്രു ಆಮೆನ್. അവന്റെ നന്മകളെ ഒക്കെ തടയാൻ ശ്രമിച്ചു. ಶತ್ರು ಆತನ ಎಲ್ಲಾ ಮೇಲುಗಳನ್ನು ಅಡ್ಡ ಮಾಡಲಿಕ್ಕೆ ಪ್ರಯತ್ನಿಸಿದರು. അബ്രഹാം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അബ്രഹാമിന് ഈ രീതിയിൽ ദേവരത്തിൽ ಬೇಡಿಕೊಂಡನು. എനിക്ക് എന്റെ ഉദരത്തിൽ പിറന്ന ഒരു കുഞ്ഞില്ല, എന്റെ ദാസൻ അത്ര എല്ലാത്തിനും അധികം. ನನಗಾಗಿ ನನ್ನಿಂದ ಹುಟ್ಟಲ್ಪಟ್ಟಂತ ಒಂದು ಸಂತತಿ ಇಲ್ಲ, ನನ್ನ ದಾಸನು ಈ ಎಲ್ಲಾ ಸ್ವಾಸ್ಥ್ಯಕ್ಕೆ ಅವಕಾಶಿಯಾಗಿ ತೀರುತ್ತಾರಲ್ಲ. ഓ ആ രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ അബ്രഹാമിനെ പിടിച്ച് പുറത്തോട്ട് ഈ കൂടാരത്തിന് പുറത്ത് നീ ഒന്ന് ഇറങ്ങി വാ. ಆ ರಾತ್ರಿಯಲ್ಲಿ ದೇವರ ದೂತನು ಆತನ ಕೈ ಹಿಡಿದು ಹೊರಗೆ ತಂದು ಮಾತನಾಡಿದಾನೆ. നോക്കിയപ്പോൾ നല്ല നിലാവുള്ള രാത്രി, ಒಳ್ಳೆ ಬೆಳಕಿರುವ ರಾತ್ರಿ. നീ ആകാശത്തിലേക്ക് നോക്ക്. നീ ആകാശಕ್ಕೆ ಮೇಲೆ കണ്ണെത്തു. ആകാശത്തിലെ നക്ഷത്രം പോലെ നിനക്ക് മക്കളെ ദൈവം തരും. ആകാശത്തിലിರುವ നക്ഷത്രങ്ങൾ പാതിಯಲ್ಲಿ ದೇವರು ನಿನಗೆ ಸಂತತಿಯನ್ನು ಕೊಡುವನು. പ്രിയമുള്ളവരേ, ആമേൻ. അബ്രഹാമിന്റെ സന്തതിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവകാശം. ಈ ಅಬ್ರಹಾಮನ ಸಂತತಿಗಳಾಗಿದ್ದಾರೆ ಇಂದು ಲೋಕದಲ್ಲಿ ಬಹಳ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಸ್ವಾಸ್ಥ್ಯಗಳು. ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ಒಂದು ಮಗನಿಗೋಸ್ಕರವಾಗಿ ಆತನು ಬೇಡಿದನು. ഓ ആകാശത്തിലെ നക്ഷത്രം പോലെ സകല ജാതികളിൽ നിന്നും അവന് മക്കളെ കൊല്ലാൻ. ಆಕಾಶದಲ್ಲಿ ಕಾಣುವ ನಕ್ಷತ್ರಗಳ ಉಪಾಧಿಯಲ್ಲಿ ಎಲ್ಲಾ ಜಾತಿ ವಂಶಗಳಿಂದ ಆತನಿಗೆ ಸಂತತಿಗಳನ್ನು ಆತನು ದೇವರು ಕೊಟ್ಟನು. അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശംസയാണ്. ಅಬ್ರಹಾಮನ ದೇವರೆಂಬುದಾಗಿ ಹೇಳುವಾಗ ನಮಗೊಂದು ಹೆಚ್ಚಳಕ್ಕೆ ಅವಕಾಶ ಉಂಟು. അബ്രഹാമിന്റെ ദൈവം മഹത്വമുള്ള ദൈവമാണ്. ಅಬ್ರಹಾಮನ ದೇವರು ಮಹಿಮೆಯುಳ್ಳ ದೇವರಾಗಿದ್ದಾರೆ. പൗലോസ് പറയുന്നു, ശ്രീ പൗലൻ ಹೇಳುತ್ತಾನೆ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം, ಇಲ್ಲದನ್ನು ಇದ್ದುವುಗಳಾಗೆ ಕರೆದು ಬರಮಾಡುವ ದೇವರು ಎಂಬುದಾಗಿ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവം, ಸತ್ತವರನ್ನು ಜೀವ ಕೊಡುವಂತ ದೇವರು. ഓ ലാസറിന്റെ ഭവനത്തിൽ ജീവിപ്പിച്ച കർത്താവ്, ലാസറിನ ಮನೆಯಲ್ಲಿ ಆತನನ್ನು ಎಬ್ಬಿಸದಂತ ಕರ್ತನು. കരയുന്ന ദൈവമക്കളെ, ദൈവം നമുക്ക് ഹല്ലേലൂയ മഹത്വവാനായി നമ്മുടെ മുൻപിലുണ്ട്. കണ്ണീര് സുരിಸುವಂತ ದೇವರ ಮಕ್ಕಳೇ, ಮಹಿಮೆಯುಳ್ಳವನಾಗಿ ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾನೆ. യോബിന്റെ മുമ്പിൽ മാത്രമല്ല ഇറങ്ങി വന്നത്, യോബിನ ಮುಂದೆ ಮಾತ್ರವಲ್ಲ ಆತನು ಇಳಿದು ಬಂದಿರುವುದು. ഓ യെരൂശലേമിന്റെ തെരുവീതിയിൽ, യെരൂശലേമിന്റെ ആലയത്തിന്റെ അടുക്കൽ സ്തെഫാനോസ് മുട്ടുകുത്തി ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ ഹല്ലേലൂയ ഇങ്ങോട്ട് കയറി വാ എന്ന് എഴുന്നേറ്റ് എന്ന് പറയുന്ന യേശുവിനെ കണ്ടു. ಸ್ತೆಫಾನನು ಕಲ್ಲೆಸೆದು ಕೊಲ್ಲುವ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಆ ಯೆರೂಸಲೇಮಿನಲ್ಲಿ ಮೇಲಕ್ಕೆ ನೋಡುವಾಗ ಆತನಿಗೆ ಪ್ರತ್ಯಕ್ಷನಾಗಿ ಇಲ್ಲಿ ಬಾ ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ದೇವರ ಶಬ್ದವು ಆತನನ್ನು ಸ್ತೆಫಾನನ್ನು ನೋಡಿದಾನೆ. ಆಮೆನ್. സ്തെഫാനോസിന്റെ ദൈവം, സ്തെഫാനನ ದೇವರು. ഓ ഹെരോദാവിനാൽ വധിക്കപ്പെടേണ്ട പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കർത്താവ്, ಹೆರೋದನಿಂದ ವಧಿಸಲ್ಪಡುವಲ್ಲಿಕ್ಕಿರುವಂತ ಪೇತ್ರನನ್ನು ಹೊರಗೆ ತಂದಂತ ದೇವರು. പൗലശീലോസിനു ഹല്ലേലൂയ റോമൻ കാരാഗൃഹത്തിന്റെ പുറത്തു കൊണ്ടുവന്ന കർത്താവ്, ಪೌಲಶೀಲಸನನ್ನು ರೋಮನ್ ಕಾರಾಗೃಹದಿಂದ ಸರವಣೆಯಿಂದ ಹೊರಗೆ ತಂದಂತ ಕರ್ತನು. ഇങ്ങനെ അനേക 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 അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ಈ ರೀತಿಯಲ್ಲಿ ಅನೇಕ ಮಹತ್ಕಾರ್ಯಗಳನ್ನು ಮಾಡುವಂತ ಒಂದು ದೇವರು ನಮಗಿದ್ದಾನೆ. ഇവൻ എത്ര മഹാനെന്ന് നോക്കൂ, ಈತನು ಎಷ್ಟು ಮಹಾನ್ ಎಂಬುದಾಗಿ ನೋಡಿರಿ. അവന്റെ മഹിമ കാണണം പ്രിയമുള്ളവരെ. ಆತನ ಮಹಿಮೆಯನ್ನು ನಾವು ನೋಡಬೇಕು ಪ್ರಿಯರೇ. അവന്റെ മഹിമ അനുദിനം അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ಆತನ ಮಹಿಮೆ ಪ್ರತಿದಿನವೂ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಆತನು ಮಾಡ್ತಾ ಇದ್ದಾನೆ. ഇന്ന് ലോകത്തിൽ ഒത്തിരിയേറെ പ്രതികൂലങ്ങളുടെ കാലത്തിലാണ്. ಇಂದು ಲೋಕದಲ್ಲಿ ಅನೇಕ ಪ್ರತಿಕೂಲದ ಮಧ್ಯದಲ್ಲಿ ನಾವು ವಾಸ ಮಾಡುವವರಾಗಿದ್ದಾರೆ. ദൈവജനം ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ದೇವರ ಜನರು ಅನೇಕ ರೀತಿಯಲ್ಲಿ ಪೀಡೆಯು ಹಿಂಸೆ ಅನುಭವಿಸುವವರಾಗಿದ್ದಾರೆ. ആളുകൾ കാരാഗൃഹത്തിൽ കിടക്കുന്നു. ಅನೇಕ ವ್ಯಕ್ತಿಗಳು ಕಾರಾಗೃಹದಲ್ಲಿ ಸೆರೆಮನೆಯಲ್ಲಿ ಒಳಪಟ್ಟವರಿದ್ದಾರೆ. പലതരത്തിലുള്ള വ്യാധികളാൽ പീഡിതരായി തീർന്നിട്ടുണ്ട്. ಅನೇಕ ರೀತಿಯಲ್ಲಿ ವ್ಯಾಧಿ ಪೀಡಗಳು ಅನುಭವಿಸುವವರಿದ್ದಾರೆ. എന്നാൽ എന്റെ യേശു അവരെയൊക്കെ വിടുവിക്കും. ಆದ್ರೆ ನನ್ನ ಕರ್ತನು ಅವರನ್ನೆಲ್ಲ ಆ ಸ್ಥಾನಗಳಿಂದ ಬಿಡಿಸುವವನಾಗಿದ್ದಾನೆ. വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ಆತನು ಬಿಡಿಸುತ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ ഇന്നും മനുഷ്യനെ ഹല്ലേലൂയ ഈ സത്യത്തിലേക്ക് നടത്തിക്കൊണ്ട് ಆತನು ಇಂದು ಈ ಸತ್ಯಕ್ಕೆ ದೇವರ ತನ್ನ ಮಕ್ಕಳನ್ನು ನಡೆಸುತ್ತಾರೆ. കർത്താവിന്റെ ദൗത്യം എന്താണ്? ಕರ್ತನ ದೌತ್ಯವು ಏನೆಂದರೆ, ദൈവം തന്റെ സ്വന്തം കൈ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സകല മനുഷ്യരും ഈ കർത്താവിന്റെ മഹത്വം കാണണം.
ತನ್ನ ಕೈಯಿಂದ ನಿರ್ಮಿಸಲ್ಪಟ್ಟಂತ ಎಲ್ಲಾ ಮರ್ತ್ಯನು ಈ ಮಹಿಮೆಯನ್ನು ನೋಡಬೇಕು. അതുകൊണ്ട് ഭൂമിയുടെ ആറുതി മുതൽ ആറുതി വരെ സുവിശേഷം ഘോഷിപ്പാൻ അന്ന് നല്ല സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ಆದ್ದರಿಂದ ಭೂಮಿಯಿಂದ ಕಟ್ಟಕಡೆಯವರೆಗೆ ಸುವಾರ್ತೆಯನ್ನು ಸಾರುವುದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ತನ್ನ ಮಕ್ಕಳನ್ನು ಎಬ್ಬಿಸುತ್ತಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. 21-ാം നൂറ്റാണ്ടിൽ നോക്കുമ്പോൾ ഭൂമിയുടെ ആറുതി മുതൽ ആറുതി വരെയും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഏക സ്വരം, ഏക ശബ്ദം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതാണ്. ಇಂದು ನಾವು ಲೋಕದಲ್ಲಿ ನೋಡುವಾಗ ಭೂಮಿಯ ಕಟ್ಟೆಕಡೆಯವರೆಗೂ ಎತ್ತರಪಡುವ ಒಂದು ಶಬ್ದವು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಸಾಕ್ಷಿಯಾಗಿದ್ದೇವೆ. ആ ഇന്റർനെറ്റ് നമ്മൾ തുറന്നു നോക്കിയാൽ എത്ര 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 സാക്ഷ്യമാണ് നാം കേൾക്കുന്നത്. ನಾವು ಇವತ್ತು ಮೀಡಿಯಾಗಳು ಇಂಟರ್ನೆಟ್ ಮುಖಾಂತರವಾಗಿ ಎಲ್ಲ ಎಷ್ಟೆಷ್ಟೋ ದೊಡ್ಡ ದೊಡ್ಡ ಸಾಕ್ಷ್ಯಗಳು ಕೇಳುತ್ತಿದೆ. എത്ര മഹത്വകരമായ അനുഭവമാണ് നാം കാണുന്നത്. ಎಷ್ಟೋ ಜನರ ಮಹಿಮೆಯುಳ್ಳ ಮಹತ್ವಕರವಾದ ಅದ್ಭುತಕರವಾದ ಸಾಕ್ಷ್ಯಗಳನ್ನು ನಾವು ಕೇಳ್ತೇವೆ. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ನನ್ನನ್ನು ಶ್ರವಿಸುವ ನನ್ನ ಪ್ರಿಯರೇ, ഒരു കഠിന ശോധനയിലായിരിക്കാം, ನೀವೊಂದು ವೇಳೆ ಕಠಿಣವರವಾದ ಶೋಧನೆಯಲ್ಲಿ ಇರಬಹುದು, ഒരു പോരാട്ടത്തിലായിരിക്കാം, ಹೋರಾಟದಲ್ಲಿ ನೀವು ಇರಬಹುದು. നിന്റെ കണ്ണു തുറക്കപ്പെടട്ടെ, ನಿನ್ನ ಕಣ್ಣು ತೆರೆಯಲ್ಪಡಲಿ. ಹಲ್ಲೆಲೂಯ. അപ്പോൾ നിനക്ക് കാണാൻ കഴിയും നിന്റെ പ്രതികൂലം അനുകൂലമായി തീരുന്നു. ಆಗ ನಿಮ್ಮ ಪ್ರತಿಕೂಲವು ಅನುಕೂಲವಾಗಿ ತೀರುವಂತದ್ದು ನಿಮ್ಮ ಕಣ್ಣಿನಿಂದ ನಮ್ಮ ನೋಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. എലീശായോട് കൂടെ ഉണ്ടായിരുന്ന ദാസൻ ഹല്ലേലൂയ ഒരു ദിവസം എലീശായെ വിളിച്ചു പറയുകയാണ്, യജമാനരേ, ആരാം സൈന്യം ഇതാ നമ്മുടെ ദേശത്തെ വളഞ്ഞിരിക്കുന്നു. ಎಲೀಶೆಯೊಂದಿಗೆ ಇದ್ದಂತ ದಾಸನ ಒಂದು ದಿನದಲ್ಲಿ ಪ್ರಾತಃ ಕಾಲದಲ್ಲಿ ಎದ್ದು ಹೇಳುತ್ತಾನೆ, ಈಗ ನೋಡ್ರಿ ಯಜಮಾನನೇ, ನಾವು ಕಷ್ಟದಲ್ಲಿ ಆಗಿದ ಅರಾಮ್ ಸೈನ್ಯಗಳು ನಮ್ಮ ದೇಶವನ್ನು ಸುತ್ತಿಕೊಂಡಿದ್ದಾರೆ. ആമേൻ. ಹಲ್ಲೆಲೂಯ. എലീശാ തന്റെ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, ಎಲೀಶಾ ತನ್ನ ಶಿಷ್ಯನಿಗೆ ಹೇಳುವುದು, അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അധികം നമ്മളോട് കൂടെ ഉണ്ട്. ಅವರೊಂದಿಗೆ ಇರುವಂತ ಸೈನ್ಯಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಹೆಚ್ಚಾದ ಸೈನ್ಯವು ನಮ್ಮೊಂದಿಗೆ ಇದ್ದೆ. ഹല്ലേലൂയ. അതിനുശേഷം എലീശ ആ ദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. ಅನಂತರ ಎಲೀಚನು ಆ ದಾಸನಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. അവന്റെ കണ്ണു തുറക്കപ്പെട്ടു. ದೇವರು ಆತನ ಕಣ್ಣು ತೆರೆದಿದ್ದು പറഞ്ഞപ്പോൾ ಆತನ ಕಣ್ಣು ತೆರೆದಾಗ, ഓ ഇസ്രായേലിന് വേണ്ടി അശ്വരഥങ്ങള് ഉള്ള രഥങ്ങളുമായിട്ട് തീജ്വാലയോ ഉള്ള രഥങ്ങളുമായിട്ട് ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി വന്നു. ಆತನು ಕಣ್ಣು ತೆರೆದಾಗ ಅಶ್ವರಥಗಳು ಅವರ ಸುತ್ತು ಮುತ್ತಲು ಇರುವಂತದಾಗಿ ಆತನು ನೋಡಿದ್ದಾನೆ. ദെബോര കണ്ടു. ഹല്ലേലൂയ. ദൈവ സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ജനത്തെ. ದೆಬೋರಳು ದೇವರಿಗೋಸ್ಕರವಾಗಿ ಯುದ್ಧ ಮಾಡುವ ಜನರನ್ನು ಆಕೆಯು ನೋಡಿದಳು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ എലീശയുടെ ശിഷ്യൻ കണ്ടത് എന്താണ്? എലീശನ ಶಿಷ್ಯನು ನೋಡಿದೇನೆಂದರೆ, ശത്രുവായി വന്ന സൈന്യം അവർ പരസ്പരം അവർ പോരാടി നശിക്കുന്നത്, ഓടിപ്പോകുന്നതായിട്ട്. ಅವರಿಗೆ ವಿರುದ್ಧವಾಗಿ ಬಂದಂತ ಸೈನ್ಯಗಳು ಅವರೊಳಗೆ ಅನ್ಯೋನ್ಯ ಹೋರಾಡಿ ಅವರು ಓಡಿ ಹೋಗುವಂತ ದೃಶ್ಯ ಆತನು ನೋಡ್ತಾನೆ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാം, 4 കുഷ്ഠരോഗികൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ സമൃദ്ധി കണ്ടു. ಎರಡನೇ ಅರಸುಗಳ ಪುಸ್ತಕದಲ್ಲಿ ನೋಡುವಾಗ 4 ಕುಷ್ಠರೋಗಿಗಳು ಆತನ ಸಮೃದ್ಧಿಯನ್ನು ನೋಡಿದನ್ನು ಓದಲಿ ಸಾಧ್ಯ. അല്പം പോലും വെള്ളം കിട്ടാതിരുന്ന ക്ഷാമകാലത്ത്, ಅಲ್ಪ ನೀರಾದರೂ ಸಿಕ್ಕದೇ ಇರುವಂತ ಬರಕಾಲದಲ್ಲಿ, ഓ എലീശ പറഞ്ഞു, നാളെ ഈ നേരത്തെ സമൃദ്ധമായ ആഹാരം ദൈവം നമുക്ക് നൽകും. ಎಲೀಶನು ಹೇಳುತ್ತಾನೆ, ನಾಳೆ ಇಷ್ಟೊತ್ತಿಗೆ ಸಮೃದ್ಧಿಕರವಾದ ಆಹಾರವು ದೇವರು ನಮಗೆ ದಯಪಾಲಿಸುತ್ತಾನೆ. രാജാവിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, സ്വർഗം തുറന്നാലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ಆದರೆ ಅರಸನ ಅಗಂಬಡಿ ಸೇವಕನು ಹೇಳ್ತಾನೆ, ಪರಲೋಕದ ಬಾಗಿಲುಗಳನ್ನು ತೆರೆದು ಇದನ್ನು ಸಾಧ್ಯವಾಗಲಿಕ್ಕಿಲ್ಲ. എലീശ പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് അത് കാണും, നീ അനുഭവിക്കാൻ കഴിയും. ಆಗ ಎಲೀಶನು ಹೇಳುವುದೇನೆಂದರೆ, ನಿನ್ನ ಕಣ್ಣಾರ ನೀನು ನೋಡುವನು, ಆದ್ರೆ ನೀ ಅನುಭವಿಸುವುದಿಲ್ಲ. അത് അപ്രകാരം തന്നെ ಅದು ಅದೇ ಪ್ರಕಾರವಾಗಿ ನಡೆಯಿತು. അവനെ മനുഷ്യൻ ചവിട്ടിക്കൊന്നു. ಆಹಾರವನ್ನು ಸಿಕ್ಕಲಿಕ್ಕೆ ಜನರು ಬಂದಾಗ ಆತನನ್ನು ತುಳಿದು ಅಲ್ಲಿ ಆತನ ಸತ್ತದಾಗಿ ನಾವು ಓದ್ತೇವೆ. ಆಮೆನ್. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. ಪ್ರಿಯರೇ, ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯಲ್ಪಡಬೇಕು. എലീശയുടെ ദാസന്റെ കണ്ണ് തുറക്കപ്പെട്ടു. ಎಲೀಶನ ದಾಸನ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯಲ್ಪಟ್ಟಿತು. ഹല്ലേലൂയ. ആമേൻ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കണ്ണ് തുറക്കപ്പെട്ടവർ പലരുണ്ട്. അന്ന് അവർ അരസുകളെ പുസ്തകಗಳನ್ನು ಓದುವಾಗ
ಆ ಕಣ್ಣು ತೆರೆಯಲ್ಪಟ್ಟಂತ ಅನೇಕ ವ್ಯಕ್ತಿಗಳ ವಿಷಯವಾಗಿ ಅಲ್ಲಿ ನೋಡಲು ಸಾಧ್ಯ. ദൈവത്തെ കാണുവാൻ, ದೇವರನ್ನು ನೋಡಲಿಕ್ಕೆ, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ಆತನ ಮಹಿಮೆಯನ್ನು ನೋಡುವುದಕ್ಕೆ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. ದೇವರವರಿಗೆ ಭಾಗ್ಯವನ್ನು ಕೊಟ್ಟಿದ್ದರು. Praise the Lord. ಹಲ್ಲೆಲೂಯಾ, ಆಮೆನ್. തുറക്കപ്പെടട്ടെ. ಪ್ರಿಯರೇ, ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯಲ್ಪಡಬೇಕು. ഭാവികാലത്തെ കുറിച്ച് കാണാൻ നമ്മുടെ കണ്ണ് തുറക്കപ്പെടട്ടെ. ನಮ್ಮ ಭವಿಷ್ಯತ್ತುಗಳನ್ನು, ಮುಂದೆ ನಡೆಯುವಂತ ವಿಷಯಗಳನ್ನು ನೋಡಲು ನಮ್ಮ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಡಬೇಕು. ഓ, യേശുക്രിസ്തുവിന് മുൻപേ 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാനിയേല് ഭാവിയെ കുറിച്ച് പ്രവചിച്ചു. ಯೇಸು ಕ್ರಿಸ್ತನಿಗಿಂತ 500 ವರ್ಷಗಳ ಹಿಂದೆ ಜೀವಿಸಿದ ದಾನಿಯೇಲನು ಭವಿಷ್ಯತ್ತಿನ ವಿಷಯವಾಗಿ ನೋಡಲು ತನ್ನ ಕಣ್ಣುಗಳನ್ನು ತೆರೆಯಲ್ಪಟ್ಟಿತು. യെശയ്യാവിന്റെ കണ്ണ് തുറക്കപ്പെട്ടു. ಏಸಾಯನ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಟ್ಟಿತು. ഓ, യെഹെസ്കേലിന്റെ കണ്ണ് തുറക്കപ്പെട്ടു. ಯೆಹೆಜ್ಕೇಲನ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಟ್ಟಿತು. അവർ കണ്ടും കേട്ടും യേശുക്രിസ്തുവിനെ പ്രസ്താവിച്ചിരിക്കുന്നു. ಅವರು ಕಂಡು ಕೇಳಿ ಯೇಸು ಕ್ರಿಸ್ತನ ವಿಷಯವಾಗಿ ಪ್ರಸ್ತಾಪಿಸಿದ್ದಾರೆ. അപ്പോസ്തലനായ യോഹന്നാനും അതുപോലെ തന്നെ ಅಪೊಸ್ತಲನಾದ ಯೋಹಾನು ಅದೇ ಪ್ರಕಾರವಾಗಿ ಮಾಡಿದ್ದಾನೆ. ഭാവിയെ ഹല്ലേലൂയ. പ്രവചിച്ചിരിക്കുന്നു. ಭವಿಷ್ಯತ್ತಿನ ಕುರಿತಾಗಿ ಪ್ರವಚಿಸಿದ್ದಾರೆ. അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ಅದೆಲ್ಲ ಇವತ್ತು ಈ ದಿನಗಳಲ್ಲಿ ಸಂಭವಿಸುತ್ತಾ ಇದ್ದೇವೆ. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ಇದನ್ನೆಲ್ಲ ಕಾಣುವಾಗ, ಕೇಳುವಾಗ നമ്മുടെ യേശുക്രിസ്തു എത്ര മഹത്വവാനാണ്, ನಮ್ಮ ಯೇಸು ಕ್ರಿಸ್ತನು ಎಷ್ಟು ಮಹಿಮೆಯುಳ್ಳವನು, എത്ര മഹത്വമുള്ളവരാണ്, ಎಷ್ಟು ಮಹತ್ವವುಳ್ಳವನು. അവന്റെ മഹത്വം കണ്ടവരായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ಆತನ ಮಹಿಮೆಯನ್ನು ನೋಡಿದರಾಗಿ ನಾವು ದೇವರನ್ನು ಮಹಿಮಪಡಿಸೋಣ. നമുക്ക് അവനെ ആരാധിക്കാം, ನಾವು ಆತನನ್ನು ಆರಾಧಿಸೋಣ, അവനെ സ്തുതിക്കാം, ಆತನನ್ನು ಸ್ತುತಿಸೋಣ, അവന് ജീവിക്കാം. ಆತನಿಗೋಸ್ಕರವಾಗಿ ಜೀವಿಸೋಣ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ನನ್ನನ್ನು ಕೇಳುವ ಪ್ರಿಯರೇ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ನೀವು ನಂಬಿದರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ನೋಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക്, ನಾವು ನಂಬಿದರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ನೋಡಲು ಸಾಧ್ಯ ಉಂಟು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. മഹിമ കണ്ടവരായ നാം ഭാഗ്യവാന്മാരാണ്. ಆತನ ಮಹಿಮೆಯನ್ನು ಕಂಡ ಆದ ನಾವು ಭಾಗ್ಯವಂತರು. ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഈ മഹിമ കാണുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ಈ ಮಹಿಮೆಯನ್ನು ನೋಡಲು ದೇವರು ನಮಗೆ ಕೃಪೆಯನ್ನು ದಯಪಾಲಿಸಿದ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ് നാം. ದೇವರ ಕೃಪೆಯನ್ನು ಹೊಂದಿದವರು ನಾವು. ഓ, മഹാഭയങ്കരമായ ന്യായവിധിയുടെ കാലത്ത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ಆ ಜಲಪ್ರಲಯದ ನ್ಯಾಯವಿಧಿಯು ಲೋಕದಲ್ಲಿ ಉಂಟಾದಾಗ ನೋಹನಿಗೆ ಯೆಹೋವನ ದಯೆಯು ದೊರಕಿತು. ഹല്ലേലൂയ. ಆಮೆನ್. എന്നാൽ ഇന്ന് കൃപയുടെ കാലമാണ്. ಇದು ಕೃಪಾಯುಗವಾಗಿದೆ ಪ್ರಿಯರೇ. അന്ന് നോഹയ്ക്ക് മാത്രമേ കൃപ ലഭിച്ചുള്ളൂ. ಆ ಕಾಲದಲ್ಲಿ ಯೋಹನಿಗೆ ಮಾತ್ರ ದೇವರ ದಯೆಯು ದೊರಕಿತು. ഇന്നത്തെ കാലം ചിന്തിച്ചാൽ ഇന്ന് കൃപായുഗ എല്ലാ മനുഷ്യർക്കും ദൈവത്തിൽ നിന്ന് ധാരാളം കൃപ പ്രാപിപ്പാൻ. ಆಗ ನಾವು ಆಲೋಚಿಸುವಾದರೆ ಇದು ಕೃಪಾಯುಗವಾಗಿದ್ದರಿಂದ ಎಲ್ಲರಿಗೂ, ನಂಬುವರಿಗೆ ಎಲ್ಲರಿಗೂ ದೇವರ ಕೃಪೆಯನ್ನು ದೊರೆಯುವ ಕಾಲವಾಗಿದೆ. ഓ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, വയലിലെ സകല സസ്യത്തിനും ഹല്ലേലൂയ അവൻ ആത്മീക മഴ വീശു കൊടുക്കും. ಬಯಲಲ್ಲಿ ಇರುವಂತ ಎಲ್ಲಾ ಸಸ್ಯಗಳಿಗೆ ಆತನು ಆತ್ಮಿಕ ಮಾರಿಯನ್ನು ಸುರಿಸುವುದೆಂಬುದಾಗಿ ದೇವರ ವಚನದಲ್ಲಿ ನಾವು ಓಡ್ತೇವೆ. ആത്മമാരി പെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ಇಂದು ಆತ್ಮ ಮಾರಿಯು ಸುರಿಯುವಂತ ಕಾಲವಾಗಿದೆ. പ്രതികൂലങ്ങൾ വളരെയുണ്ട്, ಪ್ರತಿಕೂಲಗಳು ಬಹಳ ಇದೆ, പോരാട്ടങ്ങൾ വളരെയുണ്ട്, ಹೋರಾಟಗಳು ಬಹಳ ಉಂಟು, ശത്രുക്കൾ വളരെയുണ്ട്. ಶತ್ರುಗಳು ನಮಗೆ ಬಹಳ ಉಂಟು. പാപം എത്രമാത്രം പെരുകുന്നുണ്ടോ അത്രമാത്രം തന്നെ കൃപയും അതിൻ്റെതായ രീതിയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. ಪಾಪು ಹೆಚ್ಚು ಬೆಳೆಯುತ್ತದೋ ಅಷ್ಟೇ ದೇವರ ಕೃಪೆಯು ಹೆಚ್ಚಾಗಿ ಬೆಳೆಯುವಂತ ಕಾಲವು. ഈ കൃപായുഗത്തിൽ നമ്മുടെ ജീവിതം വളരെ ലക്ഷ്യമുള്ളതായി തീരട്ടെ. ಈ ಕಾಲದಲ್ಲಿ, ಕೃಪಾಯುಗದಲ್ಲಿ ನಮ್ಮ ಜೀವನವು ಬಹಳ ಲಕ್ಷ್ಯಪೂರ್ಣವಾಗಿರಬೇಕು. നിങ്ങളെ കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ನಮ್ಮನ್ನು ಕೇಳುವವರಿಗೆ ಹೇಳುವುದೇನೆಂದರೆ, എന്റെ യേശു എത്ര മഹത്വമുള്ളവനാണ്. ನನ್ನ ಯೇಸು ಎಷ್ಟು ಮಹಿಮೆಯುಳ್ಳವನು. ഹല്ലേലൂയ. ಆಮೆನ್. അവന്റെ മഹത്വം നാം പ്രാപിക്കണം. ಆತನ ಮಹಿಮೆಯನ್ನು ನಾವು ಹೊಂದಬೇಕು. അവന്റെ മഹത്വം പ്രാപിപ്പാനത്രേ ഈ സുവിശേഷം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ಆತನ ಮಹಿಮೆಯನ್ನು ಹೊಂದುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಈ ಸುವಾರ್ತೆಯನ್ನು ದೇವರು ನಮಗೆ ದಯಪಾಲಿಸಿದ್ದಾನೆ. ഈ സുവിശേഷം നീ കേട്ടിട്ട് ಈ ಸುವಾರ್ತೆಯನ್ನು ನೀವು ಕೇಳಿ നിന്റെ ഹൃദയത്തെ ഒരുക്കുന്നില്ല എങ്കിൽ, ನಿಮ್ಮ ಹೃದಯವನ್ನು ನಾವು ಸಿದ್ಧಪಡಿಸದೇ ಇದ್ದರೆ, നിന്നേക്കാൾ അരിഷ്ടൻ വേറെ ആരുമില്ല. ನಿಮಗಿಂತ ಅರಿಷ್ಟನಾದವರು ಬೇರೆ ಯಾರು ಇಲ್ಲ. ഇപ്പോൾ സുപ്രസാദകാലം, ಈಗಾಗಲೇ ಸುಪ್ರಸಾದ ಕಾಲವು, ഇപ്പോൾ രക്ഷാദിവസം, ಈಗಲೇ ರಕ್ಷಾ ದಿನಗಳು. ഇന്ന് ആത്മീക കൃപകൾ പ്രാപിപ്പാൻ നല്ല സന്ദർഭം. ಇಂದು ಆತ್ಮಿಕ ಕೃಪೆಗಳನ್ನು ಹೊಂದಲಿಕ್ಕೆ ಒಳ್ಳೆ ಸುವರ್ಣ ಕಾಲವಾಗಿದೆ. അതിനെ വ്യർത്ഥമായി കണക്കാക്കരുത്. ಅದು ವ್ಯರ್ಥವಾಗಿ ಯಾರು ಮಾಡಬಾರದು. നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കും. ನಮ್ಮ ಕರ್ತನಲ್ಲಿ ಸಂಪೂರ್ಣವಾಗಿ ಆಶ್ರಯಿಸೋಣ. അവന്റെ മഹത്വം നമുക്ക് ധാരാളം
ധാരാളമായി ദൈവം വെളിപ്പെടുത്തി തരും. ಆತನ ಮಹಿಮೆಯು ಧಾರಾಳವಾಗಿ ಆತನು ನಮಗೆ ಪ್ರಕಟಿಸಿಕೊಡುತ್ತಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. നിന്റെ പോരാട്ടം എന്തായാലും ദൈവം വെടിവെക്കും. ಯಾವುದೇ ಹೋರಾಟಗಳಲ್ಲಿ ನೀವು ಒಳಲ್ಪಟ್ಟರು ದೇವರದಿಂದ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುತ್ತಾನೆ. നിന്റെ ശത്രുവിനെ നിന്നോട് ഇണക്കും. ನಿನ್ನ ಶತ್ರುಗಳನ್ನು ನಿಮ್ಮೊಂದಿಗೆ ಹೊಂದು ಕೊಡುತ್ತಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ സകല നഷ്ടവും ദൈവം പരിഹരിച്ചു തരും. ನಿಮ್ಮೆಲ್ಲಾ ನಷ್ಟಗಳನ್ನು ಆತನು ಪರಿಹರಿಸುತ್ತಾನೆ. നിന്റെ രോഗത്തിന് പൂർണ്ണ സൗഖ്യം ലഭിക്കും. ನಿಮ್ಮ ರೋಗಕ್ಕೆ ಸಂಪೂರ್ಣವಾದ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವನಾಗಿದ್ದಾನೆ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. ಈ ವಚನವು ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಉಳಿಯಲಿ. ഇത് ജീവന്റെ വചനം. ಇದು ಜೀವದ ವಚನವಾಗಿದೆ. പ്രത്യാശ നൽകുന്ന വചനമാണ്. ಇದು ನಿರೀಕ್ಷೆಯನ್ನುಂಟು ಮಾಡುವ ದೇವರ ವಚನವಾಗಿದೆ. സമാധാനം നൽകുന്ന വചനമാണ്. ಇದು ಸಮಾಧಾನವನ್ನು ಹೊಂದುವ ದೇವರ ವಚನವಾಗಿದೆ. നാം ആഗ്രഹിക്കുന്നത് അപ്പുറവും നൽകുവാൻ നൽകിത്തരുന്ന ദൈവത്തിന്റെ വചനമാണ്. ನಾವು ಇಚ್ಛಿಸುವುದಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಕೊಡುವಂತ ದೇವರ ವಚನವಾಗಿದೆ. ഓ സേബാരാജി പറഞ്ഞു, ഞാൻ മോഹിച്ചതെല്ലാം ചോദിച്ചതെല്ലാം എനിക്ക് തന്നു എന്ന്. ಸೇಬ ರಾಣಿಯು ಹೇಳ್ತಾಳೆ, ನಾನು ಆಸೆಪಟ್ಟದೆಲ್ಲವನ್ನು ಕೇಳಿದನ್ನೆಲ್ಲವನ್ನು ದಯಪ ಆತನು ಕೊಟ್ಟಿದ್ದಾನೆಂಬುದಾಗಿ. യോബിന് പറയാനുള്ളത് എന്ത്? യോബನಿಗೆ ಹೇಳಲಿಕ್ಕಿರುವುದೇನೆಂದರೆ, എനിക്ക് പണ്ടുണ്ടായിരുന്നതിന്റെ ഇരട്ടി ഇന്ന് ഞാൻ പ്രാപിപ്പാൻ ഭാഗ്യവാനായിട്ട്. ಮುಂಚೆ ನನಗಿದ್ದದಕ್ಕಿಂತ ಹೇರಳವಾಗಿ ಈಗ ಹೊಂದಲು ಅಷ್ಟು ಭಾಗ್ಯವು ದೇವರು ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ഓ 140 വർഷം പിന്നെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവനായി യോബ് ജീവിച്ചിരുന്നു. ಶೋಧನೆ ಅನಂತರ 140 ವರ್ಷಗಳು ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ಕಾಲವಾಗಿ ಆತನು ಜೀವಿಸಿದ್ದಾನೆ. ആശീർവാദപ്പെട്ട കാലം നമ്മുടെ ജീവിതത്തിൽ മുൻപേ ഉണ്ട്. ಒಂದು ಆಶೀರ್ವಾದದಾಯಕವಾದ ಕಾಲಗಳು ನಮ್ಮ ಮುಂದೆ ಉಂಟು. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് അവകാശമുണ്ട്. ಅದು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿ ಅವಕಾಶವಾಗಿ ಹೊಂದೋಣ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ಈ ವಚನಗಳಿಂದ ಕರ್ತನು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ, ದೇವರ ವಚನವನ್ನು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳುವವರು നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധി താഴ്ത്തിയാൽ, ನಿಮ್ಮ ಹೃದಯಗಳನ್ನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ತಗ್ಗಿಸುವುದಾದರೆ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ನಾವು ನಿಮಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. കർത്താവിന്റെ ദാസി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಪರಿಶುದ್ಧನಾದ ಕರ್ತನೇ, ಹಾಲೆಲೂಯ. ಈ ಸಮಯದಲ್ಲಿ ಒಂದು ಗಂಟೆ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ವಚನದ ಮೂಲಕವಾಗಿ ಹಾಲೆಲೂಯ ಕರ್ತನೇ ನಿನ್ನ ಸನ್ನಿಧಾನದಲ್ಲಿ ಇರುವಂತೆ ಕೃಪೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ಸ್ತೋತ್ರಂ. ಹಾಲೆಲೂಯ. ಫೇಸ್ಬುಕ್ ಆಗಲಿ ಹಾಲೆಲೂಯ ಕರ್ತನೇ ಹಾಲೆಲೂಯ, ಯಾವ ರೀತಿಯ ಲೈವ್ ಅಲ್ಲಿ ಆಗಲಿ ಯಾರ್ಯಾರು ಈ ವಚನವನ್ನು ಕೇಳಿದಾರೋ ಅವರ ಜೀವನಕ್ಕೆ ಶಾಂತಿಯು ಸಮಾಧಾನವು ಆಶೀರ್ವಾದವು ಉಂಟಾಗಲಿ. ಹಾಲೆಲೂಯ. ಮುಂದಿನ ದಿವಸಗಳಲ್ಲಿ ಈ ವಚನವನ್ನು ಕೇಳುವವರು ಆಶೀರ್ವಾದ ಹೊಂದಬೇಕು. ಹಾಲೆಲೂಯ. ಈ ವಚನವು ಆಶೀರ್ವಾದದಾಯಕವಾದದು, ರಕ್ಷಣೆಗೆ ನಡೆಸುವಂಥದ್ದು, ಸಮಾಧಾನವನ್ನು ಕೊಡುವಂಥದ್ದು. ಹಾಲೆಲೂಯ. ಕರ್ತನೇ ನಿನ್ನನ್ನು ಕೇಳುವವರು ಹಾಲೆಲೂಯ ಅದನ್ನು ಹೃದಯದಲ್ಲಿ ಸ್ವೀಕರಿಸುವವರು ಹಾಲೆಲೂಯ ಆಶೀರ್ವಾದ ಹೊಂದುವರು. ಆಮೇನ್. ದೇವರ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರವಾಗಲಿ. ವಚನವನ್ನು ಪ್ರಸ್ತಾವಿಸಲು ನಿನ್ನ ದಾಸನಿಗೆ ಕೃಪೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಕೇಳಿದ ಪ್ರತಿಯೊಬ್ಬರ ಹೃದಯಗಳಲ್ಲಿ ಕಾರ್ಯ ಮಾಡು. ಹಾಲೆಲೂಯ. ಕರ್ತನೇ ನಿನ್ನ ಪರಿಶುದ್ಧ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರವಾಗಲಿ. ನೀವು ನಮ್ಮನ್ನೆಲ್ಲ ಒಟ್ಟಾಗಿ ಆಶೀರ್ವದಿಸಬೇಕು. ಹಾಲೆಲೂಯ. ಎಲ್ಲವೂ ನಿನ್ನ ನಾಮದ ಮಹಿಮೆಗಾಗಿ ತೀರಬೇಕು. ನಮ್ಮನ್ನೇ ಸಂಪೂರ್ಣವಾಗಿ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಳ್ಳುತ್ತೇವೆ. ಕೇಳಿದವರನ್ನೆಲ್ಲ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಳ್ಳುತ್ತೇವೆ. ನೀ ಕಾರ್ಯ ಮಾಡು. ಮುಂದಿನ ದಿವಸಗಳಲ್ಲಿ ನಿನಗಾಗಿ ಹೆಚ್ಚಾಗಿ ಫಲಿಸುವಂತೆ ಎಲ್ಲಾ ನಿನ್ನ ಮಕ್ಕಳಿಗೆ ಕೃಪೆಯನ್ನು ಕೊಡು. ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬೇಡಿ ಹೊಂದಿದ್ದೇವೆ ನಮ್ಮ ಕರ್ತನೇ. ಆಮೆನ್. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, എല്ലാ ശനിയാഴ്ചയും ഹല്ലേലൂയ ഇതേ സമയത്ത് ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. ആമേൻ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. We hope this message has strengthened your faith. If you were blessed today, share this video with someone who needs to hear about the greatness of our King. We look forward to seeing you right here next Saturday at 8 p.m. Indian time. Until then, keep walking with the Lord and let His glory shine through you. Peace be with you all.